ഭാരതത്തിന്റെ ഇതിഹാസമായ രാമായണം നാം പലയാവർത്തി വായിച്ചിട്ടും കേട്ടിട്ടുമുണ്ടാകും. എന്നാൽ ഈ മഹാകാവ്യത്തിന്റെ, പ്രത്യേകിച്ച് അധ്യാത്മരാമായണത്തിന്റെ അതിരുകളില്ലാത്ത ആഴങ്ങളിലേക്ക്, കേവലം ഒരു കഥാശ്രവണത്തിനപ്പുറം അതിലെ താത്വികവും വ്യാകരണപരവും നിരുക്തശാസ്ത്രപരവുമായ അർത്ഥതലങ്ങളിലേക്കാണ് തത്വമന്വേഷിക്കുന്ന ഒരു സാധകന്റെ ഈ ഇടമുറിയാത്ത ആന്തരിക യാത്ര കടന്നുചെല്ലുന്നത്. ഈ മഹത്ഗ്രന്ഥത്തിന്റെ പ്രാരംഭത്തിൽ തന്നെ ഗ്രന്ഥകർത്താവ് അതിമനോഹരവും അത്യന്തം ശാസ്ത്രീയവുമായ ഒരു രൂപകം ഉപയോഗിച്ചിട്ടുണ്ട്. വാൽമീകി രാമായണം എന്ന അപാരമായ സമുദ്രത്തിൽ ചെന്ന് ചേരുന്ന ഹിമാലയത്തിൽ നിന്നുത്ഭവിക്കുന്ന ഗംഗാനദിയാണ് അധ്യാത്മരാമായണം എന്ന് അദ്ദേഹം പറയുന്നു. സമുദ്രജലം അപാരമാണെങ്കിലും അത് കുടിക്കാൻ കൊള്ളില്ല. എന്നാൽ അതിൽ നിന്നുണ്ടാകുന്ന നദീജലം മധുരവും 3 ലോകങ്ങളെയും ശുദ്ധീകരിക്കുന്നതുമാണല്ലോ. സംസ്കൃത വ്യാകരണവും സമാസവുമൊക്കെ വെച്ച് വളരെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഈ പ്രയോഗം എത്ര കൃത്യമാണെന്ന് നമുക്ക് മനസ്സിലാകും. അദ്ദേഹം ഉദ്ധരിച്ച ആ പ്രശസ്ത ശ്ലോകം ശ്രദ്ധിക്കുക. പുരാരിഗിരിസംഭൂത ശ്രീരാമാർണവസംഗതാത്യാത്മരാമഗംഗയും പുനാതിഭുവനത്രയം. ഇതിലെ ഓരോ പദവും വേദാന്തശാസ്ത്രത്തിന്റെ സൂക്ഷ്മത ഉൾക്കൊള്ളുന്നതാണ്. ഇതിൽ ആദ്യത്തെ പദമായ പുരാരി എന്നതിൽ അതിമനോഹരമായ ഒരു സമാസ പ്രയോഗമുണ്ട്. പുരസ്യാരി എന്ന് ഷഷ്ടി തത്പുരുഷ സമാസം. പുരങ്ങളുടെ, അതായത് ത്രിപുരന്മാരുടെ ശത്രുവായ പരമശിവൻ, ശിവന്റെ വാസസ്ഥലമായ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിച്ച് ശ്രീരാമചരിതമാകുന്ന സമുദ്രത്തിൽ ഈ നദി ചേരുന്നു. എന്തുകൊണ്ടാണ് ഈ രൂപകം ഇത്ര മഹത്തരമാകുന്നത്? യാസ്കമഹർഷിയുടെ നിരുക്തപ്രകാരം നദിയെന്നാൽ നദതി ഇതി നദി, ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഒഴുകുന്നത്, ജീവസ്സുറ്റത് എന്നർത്ഥം. സമുദ്രജലം ബാഷ്പീകരിക്കപ്പെട്ട് മേഘമായി പെയ്തിറങ്ങുമ്പോഴാണ് അത് നദിയാകുന്നത്. വ്യാകരണത്തിൽ ഈ പ്രക്രിയയെ സംസ്കാരം എന്നാണ് പറയുന്നത്. സം പ്ലസ് കൃ പ്ലസ് ഗഞ്ഞ് എന്ന പ്രത്യയം ചേർന്നാണ് സംസ്കാരം എന്ന പദമുണ്ടാകുന്നത്. പ്രകൃതിദത്തമായ ഒന്നിനെ മാലിന്യങ്ങൾ നീക്കി ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണത്. വാൽമീകി രാമായണം 24,000 ശ്ലോകങ്ങളുള്ള ഒരു മഹാസമുദ്രമാണ്. ലൗകികവും ഭൗതികവുമായ ഒട്ടനവധി വർണ്ണനകളാകുന്ന ഉപ്പുരസം അതിലുണ്ട്. വർണ്ണനകളെക്കൊണ്ട് അത് അപാരമാണ്. എന്നാൽ ആ സമുദ്രത്തിൽ നിന്ന് തത്വവിചാരത്തിന്റെയും ഭക്തിയുടെയും സംസ്കാരം നൽകി വെറും 4000 ശ്ലോകങ്ങളിലേക്ക് ലൗകികച്ഛായകളെല്ലാം മാറ്റിയെടുത്ത ശുദ്ധജലമാണ് അധ്യാത്മരാമായണം. അതുകൊണ്ടാണ് സമുദ്രത്തേക്കാൾ നദി പാനയോഗ്യമാകുന്നത് എന്ന് ലേഖകൻ സമർത്ഥിക്കുന്നത് 100% ശാസ്ത്രീയമാണ്. വാൽമീകി രാമായണം ഒരാളെ സാഹിത്യപരമായി രസിപ്പിക്കുമ്പോൾ അധ്യാത്മരാമായണം ജീവനെ ആത്മീയമായി ശുദ്ധീകരിക്കുന്നു. ഇനി നമുക്ക് രാമായണത്തിന്റെ ഉത്ഭവത്തിലേക്ക്, ആ ആദ്യ ശ്ലോകത്തിന്റെ ജനനത്തിലേക്ക് വരാം. തമസാനദീ തീരത്ത് തപസ്സും സ്വാധ്യായവുമായി കഴിഞ്ഞിരുന്ന വാൽമീകി മഹർഷി ഒരു ദിവസം ഇണചേർന്നുകൊണ്ടിരുന്ന ക്രൗഞ്ചപക്ഷികളിൽ ഒന്നിനെ കാട്ടാളൻ കൊല്ലുന്നത് അദ്ദേഹം കാണുന്നു. ഇണ നഷ്ടപ്പെട്ട പെൺപക്ഷിയുടെ വിലാപം കണ്ട് മഹർഷിയുടെ ഹൃദയം അലിഞ്ഞു. ലോകസാഹിത്യത്തിലെ തന്നെ ഏറ്റവും സുപ്രധാനമായ മുഹൂർത്തമാണത്. ശ്ലോകം എന്ന പദത്തിന്റെ ഉത്പത്തി തന്നെ നിരുക്തത്തിൽ പറയുന്നത് ശ്ലോകത്വമാക എന്നാണ്. അതായത് വാൽമീകിയുടെ ഹൃദയത്തിലുണ്ടായ ശോകം അഥവാ അപാരമായ ദുഃഖമാണ് വൃത്തങ്ങളുടെയും അക്ഷരങ്ങളുടെയും നിബന്ധനകളിലേക്ക് ഒതുങ്ങി ശ്ലോകമായി പരിണമിച്ചത്. അതുവരെയില്ലാത്ത ഒരു കാവ്യഘടനയുടെ പിറവിയായിരുന്നു അത്. മഹർഷിയുടെ വായിൽ നിന്നും യാദൃശ്ചികമായി വന്ന ആ പ്രശസ്തമായ ശ്ലോകം ഇതാണ്. മാ നിഷാദ പ്രതിഷ്ഠാം ത്വമഗമ ശാശ്വതി സമാഖ്യൽ ക്രൗഞ്ചമിഥുനാദേകമവതി. കാമമോഹിതം. ഈ പുസ്തകത്തിലെ ഏറ്റവും അത്ഭുതകരമായ വായന നാം കാണുന്നത് ഇവിടെയാണ്. ഈ ശ്ലോകത്തിന് പരസ്പരവിരുദ്ധമായ 2 അർത്ഥങ്ങളുണ്ടെന്ന് ലേഖകൻ സമർത്ഥിക്കുന്നു. ഒന്ന് കാട്ടാളനോടുള്ള ഉഗ്രമായ ശാപവും മറ്റൊന്ന് സാക്ഷാൽ പ്രപഞ്ചനാഥനായ ശ്രീരാമനോടുള്ള അനുഗ്രഹവും. സംസ്കൃത ഭാഷയുടെ ഏറ്റവും വലിയ സൗന്ദര്യമായ ശ്ലേഷാലങ്കാരവും പദച്ഛേദത്തിന്റെ അപാരതയുമാണ് നാം ഇവിടെ ദർശിക്കുന്നത്. ആദ്യത്തെ അർത്ഥം കേവലാർത്ഥമാണ്, അതായത് ശാപം. ഹേ നിഷാദ, അല്ലയോ കാട്ടാള, മാ പ്രതിഷ്ഠാം ത്വമഗമ ശാശ്വതി സമാ.
നീ അനന്തകാലത്തോളം ശാന്തിയും പ്രതിഷ്ഠയും നേടാതിരിക്കട്ടെ. യൽ എന്തുകൊണ്ടെന്നാൽ ക്രൗഞ്ചമിതുനാത് ഏകമാവധി കാമമോഹിതം. കാമമോഹിതമായ ക്രൗഞ്ചപക്ഷികളിൽ ഒന്നിനെ നീ കൊന്നുവല്ലോ. എന്നാൽ ഈ ശ്ലോകത്തിന്റെ യഥാർത്ഥ ആന്തരാർത്ഥം വ്യാകരണപരമായി നോക്കുമ്പോഴാണ് നമ്മുടെ ബുദ്ധി സ്തംഭിച്ചു പോകുക. മഹർഷിയുടെ നാവിലൂടെ ഈശ്വരൻ പ്രകാശിപ്പിച്ച ഈ വരികളിൽ നാം പദങ്ങളെ ഒന്ന് മാറ്റിയെടുക്കണം. മാ നിഷാദ എന്നതിലെ മാ മാം എന്നാൽ ലക്ഷ്മിദേവി അഥവാ സീത. നിഷാദ എന്നാൽ വസിക്കുന്നവൻ, നിഷീദതി ഇതി നിഷാദ. അതായത് മാം നിഷീദതി ഇതി മാ നിഷാദ, ലക്ഷ്മിദേവിയെ സദാ തന്റെ വക്ഷസ്സിൽ ധരിക്കുന്നവനെ. ഇത് സാക്ഷാൽ ശ്രീമനാരായണനായ ശ്രീരാമനെ സംബോധന ചെയ്യുന്നതാണ്. അപ്പോൾ അർത്ഥം ഇങ്ങനെ മാറും: ഹേ മാനിഷാദ, അല്ലയോ ശ്രീരാമ, അങ്ങ് ശാശ്വതമായ കാലത്തോളം വലിയ കീർത്തി നേടി വാഴട്ടെ. എന്തുകൊണ്ടെന്നാൽ ക്രൗഞ്ചമിതുനാത്. ഇവിടെ ക്രൗഞ്ചം എന്ന പദത്തിന് അത്യന്തം ഗഹനമായ ഒരർത്ഥമുണ്ട്. വ്യാകരണപ്രകാരം ക്രുഞ്ച് ധാതുവിന് കൗടില്യം, അതായത് കുടില എന്നാണ് അർത്ഥം. അപ്പോൾ കുടില സ്വഭാവമുള്ള രാക്ഷസ ദമ്പതികളിൽ നിന്ന് കാമമോഹിതനായി സീതയെ അപഹരിച്ച് അധർമ്മം പ്രവർത്തിച്ച രാവണനെ അങ്ങ് വധിച്ചുവല്ലോ. ഡബിൾ ക്വോട്ട് കുത്ത്. ഒരൊറ്റ കാട്ടാളനെ ശപിച്ച വാക്കുകൾക്കുള്ളിൽ സർവ്വലോകനാഥനായ ഈശ്വരന്റെ രാമാവതാര ലക്ഷ്യത്തെ മുഴുവൻ സ്തുതിക്കുന്ന മന്ത്രം ആചാര്യൻ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു. ഗ്രന്ഥകർത്താവ് പറഞ്ഞതുപോലെ രാമായണമാകുന്ന മഹാവൃക്ഷത്തിന്റെ ആദിബീജം ഈ ഒറ്റ ശ്ലോകത്തിലാണ് ഒതുങ്ങിയിരിക്കുന്നത്. ഈ സംഭവത്തിന് ശേഷം സ്രഷ്ടാവായ ബ്രഹ്മദേവൻ വാൽമീകി മഹർഷിയെ സമീപിച്ച് ഈ അർത്ഥങ്ങളെ വിസ്തരിച്ച് കാവ്യമാക്കാൻ നിർദ്ദേശിക്കുന്നു. അങ്ങനെ വാൽമീകി സമാധിയിലിരുന്ന് ദർശിച്ചെഴുതിയതാണ് 24,000 ശ്ലോകങ്ങളുള്ള വാൽമീകി രാമായണം. ഇതിനോട് ചേർത്തു വായിക്കേണ്ടതാണ് 32,000 ശ്ലോകങ്ങളുള്ള യോഗവാസിഷ്ഠം. എന്നാൽ ഇതിലെ ഭൗതിക വർണ്ണനകളെല്ലാം മാറ്റി നിർത്തി ആധ്യാത്മിക വശത്തെ മാത്രം വലിച്ചെടുത്ത് സാക്ഷാൽ ശ്രീപരമേശ്വരൻ പാർവതീദേവിക്ക് ഉപദേശിക്കുന്ന രൂപത്തിൽ വേദവ്യാസ മഹർഷി ചിട്ടപ്പെടുത്തിയതാണ് ഈ അധ്യാത്മരാമായണം. വാൽമീകി രാമായണവും അധ്യാത്മരാമായണവും തമ്മിലുള്ള ഒരു അടിസ്ഥാന വ്യത്യാസം ഗ്രന്ഥകർത്താവ് ഇവിടെ എടുത്തുകാണിക്കുന്നുണ്ട്. വാൽമീകി രാമായണം ഈശ്വരനെ മനുഷ്യനായി തരംതാഴ്ത്തുമ്പോൾ, അഥവാ മര്യാദാപുരുഷോത്തമനായ ഉത്തമ മനുഷ്യനായി ചിത്രീകരിക്കുമ്പോൾ, അധ്യാത്മരാമായണം മനുഷ്യനെ സാക്ഷാൽ ഈശ്വരനാക്കി ഉയർത്തുന്നു. ഈശ്വരൻ മനുഷ്യനെപ്പോലെ ആയിത്തീരുകയല്ല, മനുഷ്യൻ ഈശ്വരനെപ്പോലെ ആയിത്തീരുക അഥവാ ജീവാത്മാ പരമാത്മാ ഐക്യം പ്രാപിക്കുക എന്നതാണ് വേദാന്തത്തിന്റെ പരമമായ ലക്ഷ്യം. ബന്ധുവായും ദാസനായും ഭക്തനായും എന്തിന് ശത്രുവായിപ്പോലും ജീവന് ഈശ്വരനുമായി താതാത്മ്യം പ്രാപിക്കാം എന്ന് ഈ ഗ്രന്ഥം പറയുന്നു. ഇനി ലൗകിക ബുദ്ധിക്ക് മനസ്സിലാകാത്ത ചില സമസ്യകൾ രാമായണത്തിലുണ്ട്. ലോകനിയമങ്ങളെ തല്ലിത്തകർക്കുന്ന ബാലിവധം, സീതാപരിത്യാഗം തുടങ്ങിയ സംഭവങ്ങൾ. ഇതിഹാസങ്ങളുടെ ലക്ഷ്യം കേവലം കഥ പറയലല്ല, വേദാർത്ഥങ്ങളുടെ വിശദീകരണമാണ്. തത്വപ്രതിപാദനത്തിനു വേണ്ടി വരുമ്പോൾ ലോകനിയമങ്ങളെ ചിലപ്പോൾ ബലികഴിക്കേണ്ടി വരും എന്നാണ് ലേഖകൻ പറയുന്നത്. ധർമ്മശാസ്ത്രത്തിൽ ഇതിനെ ധർമ്മസൂക്ഷ്മം എന്നാണ് വിളിക്കുന്നത്. വ്യാവഹാരിക സത്യം, പാരമാർത്ഥിക സത്യം എന്നിങ്ങനെ 2 തലങ്ങളുണ്ട്. ലൗകിക നിയമവും പരമാർത്ഥിക സത്യവും തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ പരമമായ സത്യത്തെയും ധർമ്മത്തെയും നിലനിർത്താൻ ലൗകിക നിയമങ്ങളെ തള്ളിക്കളയേണ്ടി വരും. ബാലിയെ പിന്നിൽ നിന്ന് വധിച്ചത് ലൗകിക ദൃഷ്ടിയിൽ വൈരുദ്ധ്യമായി തോന്നാമെങ്കിലും സർവ്വവ്യാപിയായ അധർമ്മത്തെ ഇല്ലാതാക്കുക എന്ന വലിയ ആത്മീയ തത്വത്തിന് അത് അനിവാര്യമായിരുന്നു. ഇനിയാണ് നാം ഈ മഹാകാവ്യത്തിന്റെ സമുദ്രത്തിൽ നിന്നും ഉദ്ഭവിക്കുന്ന ഗംഗാനദിയാകുന്ന ബാലകാണ്ഡത്തിന്റെ അഗാധമായ താത്വിക തലങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്. ഈ ഗ്രന്ഥം വികസിക്കുന്നത് പരമശിവനും പാർവതീദേവിയും തമ്മിലുള്ള ഒരു സംവാദത്തിലൂടെയാണ്. കൈലാസനാഥനായ ഭഗവാന്റെ വാമാങ്ക സംസ്ഥയായ പാർവതീദേവി അത്യന്തം വിനയപുരസ്സരം ഭഗവാനോട് ആവശ്യപ്പെടുന്നത് വെറുമൊരു കഥ കേൾക്കാനല്ല, മറിച്ച് തനിക്ക് രാമതത്വം ഉപദേശിച്ചു തരാനാണ്. ഈയൊരു ചോദ്യത്തിൽ നിന്നുതന്നെ രാമനെന്നത് കേവലം ഒരു വ്യക്തിയോ അയോധ്യയിലെ ഒരു രാജാവോ അല്ല,
മറിച്ച് ആവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു പരമമായ തത്വമാണെന്ന് വ്യക്തമാവുന്നു. ഇവിടെ നാം സംസ്കൃത വ്യാകരണത്തിലെ നിരുക്തശാസ്ത്രം ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. എന്താണ് രാമ ശബ്ദത്തിന്റെ യഥാർത്ഥ അർത്ഥം? പത്മപുരാണം പറയുന്നു, രമന്തേ യോഗിനോസ്മിൻ ഇതി രാമ എന്ന്. അതായത്, ജീവൻമുക്തന്മാരായ യോഗികൾ ഏത് പരബ്രഹ്മത്വത്തിലാണോ സദാ രമിക്കുന്നത്, ആ സച്ചിദാനന്ദ സ്വരൂപമാണ് രാമൻ. വാക്കിനും മനസ്സിനും എത്തുവാൻ കഴിയാത്ത, പ്രകൃതിക്കതീതമായ, സർവോപാധിവിനിർമുക്തമായ, സർവ ഉപാധികളിൽ നിന്നും മുക്തമായ പരചൈതന്യത്തെയാണ് രാമൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സീതയോ? വ്യാകരണപ്രകാരം സിനോതി ഇതി സീത എന്ന് പറയാം. ആ പരമാത്മാവിന് അധീനയായ, സർവവിശ്വസൃഷ്ടിക്കും കാരണമായ, സത്വരജസ് തമസ്സുകളാകുന്ന ത്രിഗുണാത്മികയായ മൂലപ്രകൃതിയാണ് സീത. അമൂർത്തമായ ഈ ഉപനിഷത്ത് ദർശനത്തെ സാധാരണ മനുഷ്യപ്രജ്ഞയ്ക്ക് ഗ്രഹിക്കാൻ വേണ്ടി ഈ പരമമായ അദ്വൈത തത്വങ്ങളെ കഥാപാത്രങ്ങളായി മനുഷ്യഭാവത്തിൽ ആവിഷ്കരിച്ചിരിക്കുകയാണ്. ഇവിടെ ഈ പ്രകൃതി പുരുഷ വിവേകം ഏറ്റവും പ്രകടമാകുന്നത് ഗ്രന്ഥത്തിന്റെ പ്രഥമസർഗത്തിൽ തന്നെയുള്ള രാമഹൃദയം എന്ന അതിമനോഹരമായ വേദാന്ത പ്രകരണത്തിലാണ്. രാവണവധാനന്തരം അയോധ്യയിൽ പട്ടാഭിഷേകം കഴിഞ്ഞ് എല്ലാവരും മടങ്ങിയിട്ടും അത്യന്തഭക്തനായ ഹനുമാൻ മാത്രം ഭഗവാനെ പിരിയാൻ വയ്യാതെ അവിടെ തന്നെ നിന്നു. തന്റെ കാൽക്കൽ അർദ്ധനിമീലിതനേത്രനായി വീണുകിടക്കുന്ന വായുപുത്രന്റെ നിഷ്കളങ്ക ഭക്തി കണ്ട് ഭഗവാന്റെ മനസ്സലിഞ്ഞു. സർവ്വദുരിതങ്ങളും നശിച്ച് ജ്ഞാനത്തിന് പൂർണ്ണ അധികാരിയായിക്കഴിഞ്ഞ ഹനുമാന് സത്യമായ ജ്ഞാനം ഉപദേശിച്ചുകൊടുക്കാൻ രാമൻ സീതയോട് നിർദ്ദേശിക്കുന്നു. സീതാദേവിയുടെ ഉപദേശം ഉപനിഷത്തുക്കളുടെയും ഭഗവദ്ഗീതയുടെയും സാരാംശമാണ്. ദേവി പറയുന്നു, വത്സ, ഈ രാമൻ സർവചരാചരങ്ങൾക്കും വെറുമൊരു സാക്ഷിയാണ്. തികച്ചും അകർത്താവും അഭോക്താവുമാണ്. രാമന്റെ സാന്നിധ്യത്തിൽ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത് മൂലപ്രകൃതിയായ ഞാനാണ്. ഇത് കേവലം പുരാണകഥയല്ല. ഭഗവദ്ഗീതയിൽ പറയുന്ന പ്രകൃതി ക്രിയമാണാനി ഗുണൈ കർമാണി സർവശ അഹങ്കാരവിമൂഢാത്മാ കർത്താഹമിതി മന്യതേ എന്ന അതേ തത്വമാണ് ദേവി ഇവിടെ വിസ്തരിക്കുന്നത്. പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം നടക്കുന്നത് രാമന്റെ സന്നിധാനവിശേഷം കൊണ്ട് മാത്രമാണ്. എന്നാൽ നിർഗുണനായ രാമൻ ഒന്നും ചെയ്യുന്നില്ല. സാങ്ഖ്യദർശനത്തിലെ അചഞ്ചലനായ പുരുഷനും സദാ കർമ്മനിരതയായ പ്രകൃതിയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധമാണിത്. ജീവൻ തന്റെ പരമാർത്ഥമറിയാതെ പ്രകൃതിയുടെ ഗുണങ്ങളെ തന്റേതാക്കി മാറ്റുകയും താനാണ് കർത്താവെന്ന് വൃഥ അഭിമാനിക്കുകയും ചെയ്യുമ്പോഴാണ് ജനനമരണങ്ങളുടെ അനന്തമായ സംസാരചക്രത്തിൽ പെട്ടുഴലുന്നത്. ദേവിയുടെ ഈ സാങ്ഖ്യദർശനത്താൽ ഹനുമാന് കാര്യങ്ങൾ മനസ്സിലായെങ്കിലും അദ്ദേഹം പൂർണ്ണ തൃപ്തനായില്ല എന്ന് മനസ്സിലാക്കിയ സാക്ഷാൽ ശ്രീരാമൻ തന്നെ ഹനുമാന് നൽകുന്ന ആകാശത്തിന്റെ ദൃഷ്ടാന്തം വേദാന്തത്തിലെ ഏറ്റവും ഗഹനമായ അവച്ഛേദവാദത്തിന്റെ ഉത്തമോദാഹരണമാണ്. ഭഗവാൻ പറയുന്നു, ആകാശം ഒന്നേയുള്ളൂ, അത് മഹാകാശമാണ്. അത് എങ്ങും നിറഞ്ഞും ഒന്നിനോടും ഒട്ടാതെയും നിശ്ചലമായും ഇരിക്കുന്നു. എന്നാൽ ഒരു മൺകുടം വരുമ്പോൾ ആ മഹാകാശം കുടത്തിനുള്ളിലായി ഘടാകാശം എന്ന് വ്യവഹരിക്കപ്പെടുന്നു. ഇനി ഒരു ജലാശയത്തിൽ ആകാശം പ്രതിബിംബിക്കുമ്പോൾ അത് ജലാകാശം ആകുന്നു. വാസ്തവത്തിൽ കുടം പൊട്ടുമ്പോൾ ഘടാകാശം എന്നൊന്ന് ഇല്ലാതായി അത് ആ പഴയ മഹാകാശമായി തന്നെ നിലകൊള്ളുന്നു. ഘടാകാശം ഒരിക്കലും ജനിച്ചിട്ടുമില്ല, മരിച്ചിട്ടുമില്ല. ഇതുപോലെ ഏകവും അദ്വിതീയവുമായ പരമാത്മാവ് ഒന്നേയുള്ളൂ. അതാണ് മഹാകാശം. ശരീരമാകുന്ന ഉപാധി വരുമ്പോൾ അത് ജീവനായി തോന്നുന്നു. മായയിൽ പ്രതിബിംബിക്കുമ്പോൾ ഈശ്വരനായും തോന്നുന്നു. അജ്ഞാനമാകുന്ന ഉപാധികൾ ഇല്ലാതാകുമ്പോൾ ജീവനും ജഗത്തും ഈശ്വരനുമാകുന്ന ത്രിത്വം ഇല്ലാതായി യാതൊരു ഭേദങ്ങളുമില്ലാത്ത അദ്വിതീയ നിർഗുണ ബ്രഹ്മം മാത്രം അവശേഷിക്കുന്നു. ഇതാണ് സർവശാസ്ത്രങ്ങളുടെയും വേദങ്ങളുടെയും സാരസർവസ്വമായ രാമഹൃദയം. കേവലം ഭക്തികൊണ്ട് അന്തഃകരണശുദ്ധി വരുമ്പോൾ മാത്രമേ ജീവന് ഈ പരമമായ ജ്ഞാനത്തിന് അധികാരമുണ്ടാകൂ. ഇനിയാണ് ഗ്രന്ഥകർത്താവ് സാക്ഷാൽ രാമാവതാരത്തിലേക്ക് അയോധ്യയിലെ കഥയിലേക്ക് കടക്കുന്നത്. കഥാതലത്തിൽ നിന്നും മാറി നിരുക്ത ശാസ്ത്രങ്ങളുടെയും വേദാന്തത്തിന്റെയും വെളിച്ചത്തിൽ ഈ കഥാപാത്രങ്ങളെ
ഒന്ന് ആഴത്തിൽ വിലയിരുത്തുമ്പോഴാണ് രാമായണത്തിന്റെ ആത്മാവ് നാം തൊട്ടറിയുക. ദുഷ്ടന്മാരും രാക്ഷസന്മാരും പെരുകി ഭൂലോകം തപ്തമായപ്പോൾ ഭൂമിദേവി സ്വയം ഒരു പശുവിന്റെ രൂപത്തിൽ ബ്രഹ്മാവിനെ സമീപിച്ച് ആവലാതി പറയുന്നു. എന്തുകൊണ്ട് പശുവിന്റെ രൂപം? സംസ്കൃതത്തിൽ നിരുക്തപ്രകാരം ഗൗ എന്ന പദത്തിന് പശുവെന്നും ഭൂമിയെന്നും അർത്ഥമുണ്ട്. സർവാഭീഷ്ടങ്ങളെയും ചുരത്തുന്ന കാമധേനുവാണ് ഭൂമി. ഇവിടെ സൃഷ്ടിശാസ്ത്രപ്രകാരം ഭൂമി അതിഭൂതവും ജീവികളുടെ മനസ്സ് അധ്യാത്മവും ബ്രഹ്മാവ് അതിദൈവവുമാണ്. അധർമ്മം വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും ജീവികളുടെ മനസ്സിൽ സത്വഗുണം ക്ഷയിക്കുകയും താപം വർദ്ധിക്കുകയും ചെയ്യുന്നു. ആ താപമാണ് അതിഭൂതമായ ഭൂമിയെയും അതിദൈവത്തെയും ഒരേസമയം ബാധിക്കുന്നത്. ഈ താപത്രയങ്ങളെ അകറ്റാനാണ് ഭഗവാൻ മനുഷ്യനായി അവതരിക്കാൻ തീരുമാനിക്കുന്നത്. ഈ അവതാരഭൂമിയായ അയോധ്യയെയും അവിടെയുള്ള ദശരഥനെയും സൂക്ഷ്മമായി നോക്കുക. അയോധ്യ എന്നാൽ യോദ്ധും അശക്യ അയോധ്യ, അതായത് അജ്ഞാനമാകുന്ന ദ്വന്ദ്വങ്ങൾക്ക് യുദ്ധം ചെയ്ത് കീഴടക്കാൻ കഴിയാത്ത ഇടം എന്നാണ് അർത്ഥം. അവിടെ വാഴുന്ന ദശരഥൻ വെറുമൊരു രാജാവല്ല. വ്യാകരണപ്രകാരം ദശ ഇന്ദ്രിയാണി രഥാനി യസ്യ സഹ ദശരഥ എന്ന് ബഹുവ്രീഹി സമാസം. 10 ഇന്ദ്രിയങ്ങളാകുന്ന 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും രഥങ്ങളെ നയിക്കുന്നവൻ, അതായത് ഈ മനുഷ്യശരീരം. പ്രപഞ്ചമാകുന്ന അയോധ്യയിൽ അനവധി ജന്മങ്ങളിലൂടെ തപസ്സും സ്വാധ്യായവും ചെയ്ത് സംസ്കരിക്കപ്പെട്ട ഒരു പുണ്യാത്മാവാണത്. ദശരഥന്റെ 60,000 വർഷത്തെ ആയുസ്സ് സൂചിപ്പിക്കുന്നത് ബ്രഹ്മനിഷ്ഠ പ്രാപിക്കാൻ പാകമാകുന്നതുവരെയുള്ള ആ ജീവന്റെ അനേക ജന്മങ്ങളുടെ ദൈർഘ്യത്തെയാണ്. അതുപോലെ ദശരഥന്റെ 3 പത്നിമാരായ കൗസല്യ, കൈകേയി, സുമിത്ര എന്നിവർ വെറും സ്ത്രീകളല്ല. വേദാന്തശാസ്ത്രപ്രകാരം ജീവനിലുള്ള ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി എന്നീ 3 ശക്തികളെയാണവർ പ്രതിനിധീകരിക്കുന്നത്. കർമ്മത്തിന്റെ സ്വഭാവം ഇച്ഛയിൽ നിന്നാരംഭിച്ച് ക്രിയയിലൂടെ വളർന്ന് ഒടുവിൽ ജ്ഞാനത്തിൽ അടങ്ങുക എന്നതാണ്. ഇത് ജീവന്റെ കർമ്മത്രയങ്ങളായ സഞ്ചിതം, രൂപപ്പെടാത്ത വാസനകൾ, പ്രാരബ്ധം, അനുഭവിച്ചു തീർക്കേണ്ടവ, ആഗാമികം, പുതുതായി ഉണ്ടാകുന്നവ എന്നിവയെ സൂചിപ്പിക്കുന്നു. ഈ കർമ്മചക്രത്തിൽ കുടുങ്ങിയ ജീവനിൽ അനേക ജന്മങ്ങളിലെ സുകൃതം കൊണ്ട് വൈരാഗ്യവും തത്വവിചാരവും പാകപ്പെടുമ്പോഴാണ് പുത്രകാമേഷ്ടി യാഗമെന്ന സത്കർമ്മത്തിന്റെ ഫലമായി അവിടെ സാക്ഷാൽ ഈശ്വരൻ അവതരിക്കുന്നത്. മേടമാസത്തിൽ പുണർത്തം നക്ഷത്രത്തിൽ 5 ഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിൽക്കുമ്പോൾ കർക്കടക ലഗ്നത്തിൽ സാക്ഷാൽ നാരായണൻ 4 രൂപങ്ങളിൽ അവതരിക്കുന്നു. രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്നീ 4 മക്കൾ മാണ്ഡൂക്യോപനിഷത്ത് വ്യക്തമാക്കുന്ന ജീവന്റെ 4 അവസ്ഥകളാണ്. ജാഗ്രത സ്ഥാനോ വൈശ്വാനര, സ്വപ്നസ്ഥാനോ തൈജസ, സുഷുപ്തസ്ഥാന പ്രാജ്ഞ എന്നിങ്ങനെ ഉപനിഷത്ത് വർണ്ണിക്കുന്ന ജാഗ്രത്, വിശ്വൻ, സ്വപ്നം, തൈജസൻ, സുഷുപ്തി, പ്രാജ്ഞൻ എന്നിവയാണ് ആദ്യത്തെ 3 അവസ്ഥകൾ. സാധാരണ മനുഷ്യന് ഈ 3 അവസ്ഥകളേ ഉള്ളൂ. എന്നാൽ ഇതിനെയെല്ലാം കടന്ന് തത്വജ്ഞാനിയായ ഒരു പുണ്യാത്മാവ് സച്ചിദാനന്ദമായ 4ാമത്തെ അവസ്ഥയിലേക്ക്, അതായത് തുരീയ അവസ്ഥയിലേക്ക് ഉണരുന്നു. അതാണ് രാമൻ. അതുകൊണ്ടാണ് രാമാവതാരത്തെ 4 രൂപങ്ങളുള്ള പൂർണ്ണാവതാരം എന്ന് പറയുന്നത്. അജ്ഞാനിയായ ഒരു ജീവന് ഈ തുര്യമില്ലാത്തതുകൊണ്ടാണ് ഭഗവാന്റെ മറ്റു പല അവതാരങ്ങളും കേവലം അംശാവതാരങ്ങളാകുന്നത്. പ്രപഞ്ചത്തിൽ അത്യന്തം സുകൃതിയായ ഒരു ജീവൻ വിശ്വതൈജസ പ്രാജ്ഞ തുര്യങ്ങളാകുന്ന 4 ഭാവങ്ങളോടെ ജനിച്ച് മുക്തനാകുന്ന ആത്മീയ യാത്രയാണ് ഈ അവതാരകഥ. കാലം കടന്നുപോയി. ഈ രാജകുമാരന്മാർ ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞ് മടങ്ങിയെത്തി. തീർത്ഥാടനങ്ങളും കഴിഞ്ഞ് അത്യന്തം വിരക്തനായി തീവ്രവൈരാഗ്യത്തോടെ കഴിയുമ്പോഴാണ് വിശ്വാമിത്ര മഹർഷിയുടെ രംഗപ്രവേശം. ഇതിന് വലിയൊരു ആന്തരിക തലമുണ്ട്. ആധ്യാത്മിക യാത്രയിൽ എനിക്കു ഭൗതികമായതൊന്നും വേണ്ട എന്ന തീവ്രവൈരാഗ്യം ജീവനിൽ വളരുമ്പോൾ ഈശ്വരൻ തന്നെ യാദൃശ്ചികമായി ഗുരുവായി വരികയാണ്. വ്യാകരണപ്രകാരം വിശ്വം മിത്രം യസ്യ സഹ, സർവപ്രപഞ്ചത്തിനും മിത്രമായവൻ എന്നാണ് വിശ്വാമിത്ര ശബ്ദത്തിനർത്ഥം. തന്റെ യാഗരക്ഷയ്ക്ക് വേണ്ടി വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോകുമ്പോൾ ആ ഗുരു ആദ്യം ചെയ്യുന്നത് എന്താണ്? ബല,
അബല എന്നീ രണ്ടു മഹാമന്ത്രങ്ങൾ ഉപദേശിച്ച് അവരുടെ വിശപ്പും ദാഹവുമാകുന്ന ശരീരധർമ്മങ്ങളിലുള്ള തൃഷ്ണയെ അകറ്റുന്നു. അശനാഭിപാസുകളെ ജയിക്കുക അഥവാ ദേഹാഭിമാനം ഉപേക്ഷിക്കുക എന്നതാണ് ആത്മീയതയുടെ ഈ ആദ്യപാഠം. തുടർന്ന് അവർ ഗൗരവനം വാഴുന്ന താടകയെന്ന ഭയങ്കര രാക്ഷസിയെ നേരിടുന്നു. എന്താണ് താടക? നിരുക്തപ്രകാരം താടയതി ഇതി താടക, പ്രഹരിക്കുന്നവൾ, സമാധാനം കെടുത്തുന്നവൾ എന്നർത്ഥം. തന്റെ ചിത്തമാകുന്ന കാട്ടിൽ ആരെയും പ്രവേശിപ്പിക്കാതെ, ചിത്തത്തെ അറിയാൻ പോലും സമ്മതിക്കാതെ, അസ്ഥിമാലകളണിഞ്ഞ് അഹങ്കരിച്ചു വസിക്കുന്ന കാമം അഥവാ ഒരിക്കലും അവസാനിക്കാത്ത ആഗ്രഹമാണ് താടക. അധ്യാത്മമാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു മുമുഷുവിന് ആദ്യമില്ലാതാക്കേണ്ടത് അനന്തമായ ഈ ആഗ്രഹങ്ങളെയല്ലേ? ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം രാമൻ താടകയെ വധിക്കുന്നു, അതായത് സർവാഭിലാഷങ്ങളെയും നിശേഷം നിരാകരിക്കുന്നു. എന്നാൽ താടകയെ വധിച്ചാൽ മാത്രം പോരാ, അവളുടെ സഹോദരന്മാരായ മാരീച് സുബാഹുക്കളെയും ഇല്ലാതാക്കണം. എന്തുകൊണ്ടാണവർ താടകയുടെ സഹോദരങ്ങളാകുന്നത്? കാരണം അവർ ആഗ്രഹത്തോടൊപ്പം ജനിക്കുന്ന സുഖദുഃഖങ്ങളാകുന്ന ദ്വന്ദ്വങ്ങളാണ്. മനസ്സ് ഇഷ്ടപ്പെടുന്നതിനെ സുഖമെന്നും രാഗം വെറുക്കുന്നതിനെ ദുഃഖമെന്നും ദ്വേഷം കരുതുന്നു. കാമത്തെയും ഈ സുഖദുഃഖങ്ങളെയും ജയിക്കുമ്പോഴാണ് പൂർണ്ണമായ ചിത്തശുദ്ധി വരുന്നത്. രാമബാണം സുബാഹുവിനെ വധിക്കുകയും മാരീചനെ അഗാധസമുദ്രത്തിൽ കൊണ്ടുപോയി തള്ളുകയും ചെയ്യുന്നു. ഈ കരണശുദ്ധി നേടിയ ശേഷമാണ് ചരിത്രപ്രസിദ്ധമായ അഹല്യാമോക്ഷം നടക്കുന്നത്. നിരുക്തപ്രകാരം നാഹല്യ ഇതി അഹല്യ, അതായത് ഉഴുതുമറിക്കാൻ കഴിയാത്തത്, കൃഷിയോഗ്യമല്ലാത്തത് എന്നാണ് അഹല്യയുടെ അർത്ഥം. നിഷ്കാമകർമ്മങ്ങൾ ചെയ്ത് തീവ്രവൈരാഗ്യം വന്ന ഒരാളുടെ മനസ്സ് ഈശ്വരനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ യാതൊരു വികാരവുമില്ലാത്ത, അഹങ്കാരം നിറഞ്ഞ, കല്ലുപോലെ നിർവികാരമായ, കർക്കശമായ അവസ്ഥയിലായിരിക്കും. അതാണ് കല്ലായി കിടക്കുന്ന അഹല്യയുടെ രൂപം. എന്നാൽ അത്യന്തം പവിത്രമായ ആ മനസ്സിൽ ഈശ്വരപ്രേമത്തിന്റെ സാക്ഷാൽ ഭഗവാന്റെ പാദസ്പർശമേൽക്കുമ്പോൾ ആ തരിശുഭൂമിയായ മനസ്സ് വീണ്ടും ഭക്തിയാൽ ചൈതന്യവതിയാകുന്നു. ശാപമോക്ഷം നേടി പൂർണ്ണതയിലെത്തുന്നു. ചിത്തശുദ്ധിയും ഈശ്വരപ്രേമവും നേടിയ അവർ അവിടുന്ന് നേരെ പോകുന്നത് മിഥിലയിലെ സീതാസ്വയംവരത്തിനാണ്. ഇതേറ്റവും ഗഹനമായ ഒരു വേദാന്ത രൂപകമാണ്. എന്താണ് ജനകന്റെ സഭയിലെ ഈ മാഹേശ്വര ചാപം അഥവാ ശിവന്റെ വില്ല്? നമ്മുടെ ശരീരത്തിൽ സകല കരണങ്ങളെയും ചലിപ്പിച്ചുകൊണ്ട് സദാ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പ്രാണന്റെ 5 വൃത്തങ്ങളെയാണ് പ്രാണൻ, അപാനൻ, സമാനൻ, ഉദാനൻ, വ്യാനൻ ഈ വില്ലായി ചിത്രീകരിച്ചിരിക്കുന്നത്. ഇത് മനുഷ്യനിർമ്മിതമല്ല, ത്രിപുരഹന്താവായ ഈശ്വരനാൽ നിക്ഷിപ്തമായതാണ്. അതുകൊണ്ടാണ് പൗരുഷം കൊണ്ടോ ശരീരശക്തി കൊണ്ടോ എത്ര വലിയ യോദ്ധാക്കൾ ശ്രമിച്ചിട്ടും ഈ വില്ല് കുലക്കാനോ ഓടിക്കാനോ കഴിയാതിരുന്നത്. രാവണനെപ്പോലുള്ള കാമാർത്തർക്ക് അതിനെ തൊടാൻ പോലും കഴിയില്ല. അത്യാത്മസാധനയിലൂടെ വാസനകളെ ക്ഷയിപ്പിച്ച് പ്രാണനെ നിയന്ത്രിച്ച് വൃത്താകാരത്തിലുള്ള പ്രാണനെ നേർപ്പിച്ച് കേവല കുംഭകം എന്ന ഉന്നതമായ നിശ്ചലാവസ്ഥയിലെത്തുമ്പോൾ ചിത്തത്തിന്റെ വിക്ഷേപവും ആവരണവും അകലുന്നു. ഈ പ്രാണജയമാണ് മാഹേശ്വരചാപം ഭഞ്ജിക്കുന്നത്. ഈ പ്രാണായാമത്തിലൂടെയും നിശ്ചലയിലൂടെയും മാത്രം ചിത്തത്തിൽ പ്രകാശിക്കുന്ന പരമമായ ബ്രഹ്മവിദ്യയാണ് അയോനിജ യായ സീതാദേവി. അഹംഭാവം വെടിഞ്ഞ വിദേഹരാജ്യത്ത് ശരീരാഭിമാനമില്ലാത്ത അവസ്ഥയിൽ വെച്ച് കാമക്രോധങ്ങളെ ജയിച്ച് പ്രാണനെ അടക്കിയ പരമാത്മസ്വരൂപനായ രാമനു മാത്രമേ ആ ബ്രഹ്മവിദ്യയെ സ്വീകരിക്കാൻ സാധിക്കൂ. ജനകന്റെ മറ്റു പുത്രിമാരായ ഊർമിള, മാണ്ഡവി, ശ്രുതികീർത്തി എന്നിവരെ ലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാർ വിവാഹം കഴിക്കുന്നതും ഈ സർവ്വജീവാവസ്ഥകളുടെയും ആത്മീയ പൂർണ്ണതയെയാണ് കാണിക്കുന്നത്. വിവാഹശേഷം അയോധ്യയിലേക്ക് മടങ്ങുമ്പോൾ ഭാർഗവരാമനുമായുള്ള പരശുരാമൻ ഏറ്റുമുട്ടലോടെയാണ് ബാലകാണ്ഡം പൂർണ്ണമാകുന്നത്. ഇത് കേവലം 2 മഹായോദ്ധാക്കൾ തമ്മിലുള്ള ഒരു അംഗമല്ല. വാസ്തവത്തിൽ ജീവനും ഈശ്വരനും തമ്മിലുള്ള ഭേദബുദ്ധിയുടെ സമ്പൂർണ്ണ നിരാസമാണിത്. നാനാത്വബോധമുള്ളപ്പോൾ, അതായത് ഞാനും ഈശ്വരനും രണ്ടാണെന്ന തോന്നലുള്ളപ്പോൾ ജീവനിൽ സ്വാഭാവികമായും രാഗദ്വേഷങ്ങളും മതമത്സരങ്ങളുമുണ്ടാകും. എന്നാൽ താനും ഈശ്വരനും ഒന്നാണ് എന്ന ഏകാത്മബോധമുണ്ടാകുമ്പോൾ നാനാത്വം നശിക്കുന്നു.
വാസ്തവത്തിൽ ഭാർഗവരാമനും ശ്രീരാമനും ഒന്നാണ്. തന്റേതെന്നഹങ്കരിച്ചിരുന്ന പരശുരാമന്റെ വില്ല് ശ്രീരാമൻ നിഷ്പ്രയാസം വാങ്ങി കുലയ്ക്കുന്നതോടെ ആ ഭേദബുദ്ധി എന്നേക്കുമായി ഇല്ലാതാവുകയും അഹം ബ്രഹ്മാസ്മി എന്ന ജീവേശ്വര ഐക്യം പൂർണ്ണമാവുകയും ചെയ്യുന്നു. ബാലകാണ്ഡത്തിന്റെ ആത്മീയ യാത്രാപഥങ്ങളിൽ നിന്ന് നാം സ്വാഭാവികമായും വന്നുചേരുന്നത് അയോധ്യാകാണ്ഡത്തിന്റെ അത്യന്തം ഗഹനവും സംഘർഷഭരിതവുമായ ഉൾത്തലങ്ങളിലേക്കാണ്. ബാഹ്യദൃഷ്ട്യാ നോക്കുമ്പോൾ ദശരഥൻ ശ്രീരാമചന്ദ്രന് പട്ടാഭിഷേകം നിശ്ചയിക്കുന്നതും കൈകേയി അതിനെ തടസ്സപ്പെടുത്തുന്നതും പിതൃവാക്യപരിപാലനാർത്ഥം സീതാലക്ഷ്മണസമേതനായി രാമൻ കാട്ടിലേക്ക് പോകുന്നതുമായ കൊട്ടാരത്തിലെ ഉപജാപങ്ങളുടെയും അധികാര വടംവലിയുടെയും കഥയാണിത്. എന്നാൽ അധ്യാത്മരാമായണത്തിന്റെ ദാർശനിക ഭൂമികയിൽ ഇതത്യന്തം സൂക്ഷ്മവും സങ്കീർണവുമായ ഒരു വേദാന്ത പ്രകരണമാണ് ഇവിടെ ഗ്രന്ഥകർത്താവ് അവതരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സിദ്ധാന്തം പ്രാരബ്ധകർമ്മത്തിന്റേതാണ്. രാമഹൃദയത്തിലൂടെ പരമമായ ജ്ഞാനം ലഭിച്ചുകഴിഞ്ഞാൽ പിന്നെ ഒരുവന് എന്തിനാണ് ഈ ലോകക്ലേശങ്ങളും വനവാസവും എന്നൊരു ചോദ്യം സ്വാഭാവികമായും ഉയർന്നുവരാം. വേദാന്തശാസ്ത്രം ഇതിനൊരു കൃത്യമായ ഉത്തരം നൽകുന്നുണ്ട്. ഒരു ജീവന്റെ കർമ്മങ്ങളെ സഞ്ചിതം, ആഗാമികം, പ്രാരബ്ധം എന്നിങ്ങനെ മൂന്നായി തിരിക്കാം. അനേക ജന്മങ്ങളിലെ കർമ്മങ്ങളുടെ ശേഖരമായ സഞ്ചിതവും ഭാവിയിൽ വരാനിരിക്കുന്ന ആഗാമികവും ആത്മജ്ഞാനോദയത്താൽ ഭസ്മീകരിക്കപ്പെടുന്നു. എന്നാൽ വില്ലിൽ നിന്നും വിട്ടുപോയ അമ്പുപോലെ ഈ ജന്മത്തിന് കാരണമായ പ്രാരബ്ധകർമ്മം അനുഭവിച്ചു തന്നെ തീർക്കണം. ശാസ്ത്രം അസന്ദിഗ്ധമായി പറയുന്നു, പ്രാരബ്ധകർമ്മണാം ഭോഗാദേവ ക്ഷയ. പ്രാരബ്ധം അനുഭവത്തിലൂടെ മാത്രമേ ക്ഷയിക്കുകയുള്ളൂ. പൂർണ്ണാവതാരവും അത്യന്തം ജ്ഞാനസമ്പന്നനുമായ ശ്രീരാമന് കാട്ടിലേക്ക് പോകേണ്ടി വന്നതിന്റെ ആന്തരിക പൊരുളും ഇതുതന്നെയാണ്. എത്ര വലിയ ആത്മജ്ഞാനിയായാലും പ്രാരബ്ധം അവസാനിക്കാതെ സംസാരത്തിൽ നിന്ന് നിശേഷം നിവർത്തിച്ച് വിമുക്തനാവാൻ സാധ്യമല്ല. എന്നാൽ ബ്രഹ്മവിദ്യയാകുന്ന സീത കൂടിയുള്ളതുകൊണ്ട് ആ ക്ലേശങ്ങൾക്കിടയിലും വിവേകം നശിക്കാതെ ബ്രഹ്മനിഷ്ഠ നിലനിർത്താൻ ജ്ഞാനിക്കു കഴിയും. കാട്ടിലും തനിക്ക് ദുഃഖമില്ല എന്ന് രാമൻ തന്നെ പറയുന്നതിന്റെ പൊരുളിതാണ്. ഇനി നമുക്ക് അയോധ്യയിലെ ഈ കഥാപാത്രങ്ങളെ നിരുക്തശാസ്ത്രത്തിന്റെയും സാങ്ഖ്യദർശനത്തിന്റെയും വെളിച്ചത്തിൽ ഒന്നുകൂടി ആഴത്തിൽ പരിശോധിക്കാം. ദശരഥൻ എന്നത് ശരീരമാണെന്ന് നാം കണ്ടു. ദശരഥന്റെ പത്നിമാരായ കൗസല്യയും കൈകേയിയും പരസ്പരവിരുദ്ധമായ രണ്ട് തത്വങ്ങളെയാണ് ഇവിടെ പ്രതിനിധീകരിക്കുന്നത്. കൗസല്യ ജ്ഞാനശക്തിയും കൈകേയി ക്രിയാശക്തിയുമാണ്. ജ്ഞാനശക്തിയായ കൗസല്യ ആഗ്രഹിക്കുന്നത് ഈശ്വരസ്വരൂപനായ രാമൻ അയോധ്യയിൽ തന്നെ, അതായത് ഈ ശരീരത്തിൽ തന്നെ സിംഹാസനസ്ഥനായി സമാധാനത്തോടെ ഇരിക്കണമെന്നാണ്. എന്നാൽ ക്രിയാശക്തിയായ കൈകേയിയുടെ ആഗ്രഹം നേരെ മറിച്ചാണ്. രാമൻ കാട്ടിൽ പോയി അനേകം ക്ലേശങ്ങൾ അനുഭവിക്കണം എന്നാണവൾ വാശി പിടിക്കുന്നത്. എന്തുകൊണ്ടാണ് കൈകേയി, അതായത് ക്രിയാശക്തി ഇങ്ങനെ ചെയ്യുന്നത്? അവിടെയാണ് നാം മന്ദര എന്ന കഥാപാത്രത്തിന്റെ വ്യാകരണപരമായ അർത്ഥം മനസ്സിലാക്കേണ്ടത്. സംസ്കൃതത്തിൽ മന്ത് എന്ന ധാതുവിന് മതിക്കുക അഥവാ കലക്കിമറിക്കുക എന്നാണ് അർത്ഥം. മത്നാദി ഇതി മന്ദര എന്ന് വ്യുൽപ്പത്തി. ശാന്തമായൊരു മനസ്സിനെ ഒറ്റ നിമിഷം കൊണ്ട് കലക്കിമറിക്കാൻ പോന്ന ജന്മാന്തരങ്ങളായി ജീവനിൽ ഉറഞ്ഞുകിടക്കുന്ന വാസനയാണ് വാസ്തവത്തിൽ മന്ദര. ഈ വാസനയാണ് ജീവനെ ലൗകിക കർമ്മങ്ങളിലേക്ക്, വ്യവഹാരങ്ങളിലേക്ക് തള്ളിവിടുന്നത്. വാസനയിലൂടെയാണ് ക്രിയാശക്തി വികസിക്കുന്നത്. അതിനാൽ വാസനയാകുന്ന മന്ദരയിലൂടെയാണ് ക്രിയാശക്തിയായ കൈകേയി പ്രവർത്തിക്കുന്നത് എന്ന് ചുരുക്കം. കൈകേയി ദശരഥനിൽ നിന്നും നിർബന്ധപൂർവം നേടിയെടുക്കുന്ന ആ രണ്ട് വരങ്ങൾ എന്താണ്? പൂർവകാലത്ത് ക്രിയാശക്തിയിൽ നിക്ഷേപിക്കപ്പെട്ട വാസനാശതങ്ങളാണ് പ്രാരബ്ധമായി ഓരോ ജന്മത്തിലും പൊട്ടിപ്പുറപ്പെടുന്നത്. ജ്ഞാനശക്തിയായ കൗസല്യ എത്ര തന്നെ അനുഗ്രഹിച്ചാലും ക്രിയാശക്തിയായ കൈകേയിയുടെ കൈവശമുള്ള പ്രാരബ്ധത്തിന്റെ പിടിയിൽ നിന്ന് ജീവന് പൂർണ്ണമോചനമില്ല. പ്രാരബ്ധം അനുഭവിക്കാനുള്ള ബാധ്യത ശരീരത്തിനുണ്ട്. അതുകൊണ്ടാണ് സർവശക്തനായ രാമനുപോലും കൈകേയിയുടെ ആജ്ഞയ്ക്ക് വഴങ്ങി കാട്ടിലേക്ക് പോകേണ്ടി വന്നത്. എന്നാൽ ആ വനവാസയാത്രയിൽ സാക്ഷാൽ ബ്രഹ്മവിദ്യയായ സീതാദേവി കൂടിയുള്ളതുകൊണ്ട് കാട്ടിലെ ദുഃഖങ്ങൾ രാമനെ തീരെ ബാധിക്കുന്നില്ല. ജ്ഞാനമുള്ള ജീവൻ
പ്രാരബ്ധവശാൽ സംസാരത്തിൽ വ്യാപരിക്കേണ്ടി വന്നാലും ആ വ്യവഹാരങ്ങളെയും ക്ലേശങ്ങളെയും വെറുമൊരു സാക്ഷിഭാവത്തിൽ നിർവികാരനായി നോക്കിക്കാണുന്നു. ശ്രീരാമൻ വനവാസത്തിന് പുറപ്പെടുമ്പോൾ ദശരഥൻ കഠിനമായി തപിക്കുകയും അത്യന്തം ദുഃഖിതനായി ഒടുവിൽ പ്രാണൻ വെടിയുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെ വേദാന്തപരമായ അർത്ഥമെന്താണ്? ചിരകാലത്തെ അധ്യാത്മജീവിതം കൊണ്ടും കർമാനുഷ്ഠാനങ്ങൾ കൊണ്ടും പാകപ്പെട്ട ഒരുവന്റെ ശരീരം ലൗകിക വ്യവഹാരങ്ങൾക്ക് പിന്നെ ഒട്ടും ഉപകരിക്കാത്തതായി തീരുന്നു. ആത്മബോധം. രാമൻ ബ്രഹ്മവിദ്യയോട് സീത യോജിച്ച് ദൃഢപ്പെടുമ്പോൾ ലൗകികമായ ശരീരധർമ്മങ്ങൾ ജീവനാൽ സ്വാഭാവികമായും നിരസിക്കപ്പെടുന്നു. ദേഹാഭിമാനം കുറഞ്ഞു ഇല്ലാതാകുന്നു. ശരീരധർമ്മങ്ങളുടെ ഈ അവഗണനം കൊണ്ടുതന്നെ ശരീരം തപിക്കാൻ തുടങ്ങും. അതാണ് ദശരഥന്റെ തളർച്ചയും ഒടുവിലത്തെ മരണവും. അന്ധരായ താപസദമ്പതികളുടെ ശാപം ദശരഥനു മുൻപ് ഏറ്റിരുന്നുവല്ലോ. അതും പ്രാരബ്ധത്തിന്റെ മറ്റൊരു അനിവാര്യമായ രൂപമാണ്. ശരീരം ആ പ്രാരബ്ധം അനുഭവിച്ചു തീർത്തു മടങ്ങുന്നു. അയോധ്യയിൽ നിന്നും കാട്ടിലേക്ക് പുറപ്പെട്ട രാമൻ ഗംഗാതീരത്ത് ശൃംഗിവേരപുരത്തിൽ വെച്ച് ഗുഹനെ കണ്ടുമുട്ടുന്നു. നിരുക്തപ്രകാരം ഗുഹതി ഇതി ഗുഹ, മറഞ്ഞിരിക്കുന്നത് അഥവാ ഗുഹ എന്നർത്ഥം. ജ്ഞാനഗംഗയുടെ അറ്റത്താണ് സംസാരമാകുന്ന കൊടുംവനം. ജ്ഞാനപദവിയിൽ നിന്ന് ജീവനെ സംസാരക്കാട്ടിലേക്ക് കടത്തിവിടുന്ന അതിർത്തിയിലെ നിഗൂഢമായ വാസനയാണ് ഇവിടെ ഗുഹൻ. എന്നാൽ രാമൻ ഗുഹന്റെ സൽക്കാരങ്ങളൊന്നും സ്വീകരിക്കുന്നില്ല. ഗുഹൻ നൽകിയ ഫലമൂലാദികൾ സകലതും നിരസിക്കപ്പെടുന്നു. ഇതിനർത്ഥം ജ്ഞാനോദയമുണ്ടായ ഒരു ജീവൻ കർമ്മവാസനകളുടെ അനിവാര്യതയാൽ സംസാരത്തിലേക്ക് ഇറങ്ങിയാൽ പോലും ആ ലൗകിക വിഷയങ്ങളിൽ ഒരിക്കലും രമിക്കില്ല എന്നാണ്. തന്നോടൊപ്പം വന്ന സുമന്ത്രനെയും രാജകീയ രഥത്തെയും രാമൻ അവിടെ വെച്ച് മടക്കി അയക്കുന്നു. യോഗസാധനയിലും ജ്ഞാനാനുഭൂതിയിലും ഒരു സാധകന് ലഭിക്കുന്ന അഷ്ടസിദ്ധികളാണ് സുമന്ത്രരും രഥവും. ആത്മജ്ഞാനം സംസാരത്തിലേക്ക്, അതായത് സാധാരണ ലോകവ്യവഹാരങ്ങളിലേക്ക് കടക്കുമ്പോൾ ആ സിദ്ധികളെല്ലാം സംസാരത്തിന്റെ അതിർത്തിയിൽ വെച്ച് ഉപേക്ഷിക്കപ്പെടുന്നു. അഥവാ പ്രാരബ്ധമനുഭവിക്കുന്ന വേളയിൽ സിദ്ധികൾക്ക് യാതൊരു പ്രസക്തിയുമില്ലാതാകുന്നു. മറുവശത്ത് ഭരതശത്രുഘ്നന്മാർ ഈ സമയം കേകയരാജ്യത്താണ്. ജീവന്റെ നാലവസ്ഥകളിൽ രാമലക്ഷ്മണന്മാരാകുന്ന വിശ്വതൈജസ ഭാവങ്ങൾ പ്രാരബ്ധം അനുഭവിക്കാൻ സംസാരക്കാട്ടിലേക്ക് പോയപ്പോൾ പ്രാജ്ഞതുരീയ ഭാവങ്ങളാകുന്ന ഭരതശത്രുഘ്നന്മാർ കേകയത്തിൽ, അതായത് പ്രാരബ്ധത്താൽ പൂർണ്ണമായും മറക്കപ്പെട്ടിരിക്കുകയായിരുന്നു. ദശരഥന്റെ മരണശേഷം അയോധ്യയിൽ മടങ്ങിയെത്തുന്ന ഭരതൻ മാതാവായ കൈകേയിയെ ഭർത്സിക്കുകയും അയോധ്യയിലെ രാജ്യാധികാരം പൂർണ്ണമായും നിരസിക്കുകയും ചെയ്യുന്നു. വ്യാകരണപ്രകാരം ഭരതി ഇതി ഭരത, ധർമ്മത്തിന്റെ ഭാരം വഹിക്കുന്നവൻ എന്നാണ് ഭരതശബ്ദത്തിന് അർത്ഥം. ജ്യേഷ്ഠനുണ്ടായിരിക്കെ താൻ രാജാവാകുന്നത് അർഹതയില്ലാത്തതാണെന്ന് തിരിച്ചറിഞ്ഞ് രാജ്യാധികാരം ത്യജിച്ച് രാമനെ തേടി ഭരതൻ സകല പരിവാരങ്ങളോടും കൂടി കാട്ടിലേക്ക് പുറപ്പെടുന്നു. അവർ ചെന്നെത്തുന്നത് ചിത്രകൂടത്തിലാണ്. എന്താണ് ഈ ചിത്രകൂടം? ചിത്ര എന്നാൽ നാനാവിധമായത്, വിചിത്രമായത്, മായയുടെ വൈചിത്ര്യങ്ങൾ. കൂടും എന്നാൽ കൊടുമുടി. പലവിധത്തിലുള്ള സംസാരധർമ്മങ്ങളുടെ വിചിത്രങ്ങളായ ലൗകികാനുഭവങ്ങളുടെ മധ്യഭാഗമാണ് ചിത്രകൂടം. ജ്ഞാനഗംഗ കടന്ന് ജീവൻ ചെന്നെത്തുന്നത് ഈ സംസാരക്കാട്ടിലാണ്. അവിടെ വച്ച് ഭരതനും സൈന്യവും ശ്രീരാമനെ കണ്ടുമുട്ടുന്നു. അവിടെ നടക്കുന്ന കോലാഹലങ്ങൾ, രാജമാതാക്കളുടെ വിലാപങ്ങൾ, മടങ്ങിവരാനുള്ള വാദപ്രതിവാദങ്ങൾ ഇതെല്ലാം വാസ്തവത്തിൽ ശരീരത്തിലെ സകല ശക്തികളുടെയും ക്ഷോഭത്തെയാണ് കാണിക്കുന്നത്. അകത്തുനിന്നും പുറത്തുനിന്നും പലവിധ ക്ലേശങ്ങൾ, സംസാരത്തിന്റെ അസഹ്യമായ താപം ജീവനെ വലയം ചെയ്തു തപിപ്പിക്കാൻ തുടങ്ങുന്നു. ഇതിൽ നിന്നും രക്ഷ നേടാൻ എന്താണ് മാർഗം? വീണ്ടും അയോധ്യയിലേക്ക് മടങ്ങുക, അഥവാ പൂർവസ്ഥിതിയായ ആത്മസ്വരൂപത്തിലേക്ക് പിൻവാങ്ങുക എന്നതാണ് ലളിതമായ വഴി. എന്നാൽ പിതൃവാക്യമാകുന്ന പ്രാരബ്ധം അതിന് അനുവദിക്കുന്നില്ല. ഭരതൻ രാമന്റെ പാദുകങ്ങൾ പ്രതിനിധിയായി സ്വീകരിച്ച് നന്ദിഗ്രാമത്തിലേക്ക് മടങ്ങുന്നു. അപ്പോഴാണ് ചിത്രകൂടം വിട്ട് കുറേക്കൂടി ഘോരമായ ദണ്ഡകാരണ്യത്തിലേക്ക് പ്രവേശിക്കാൻ രാമൻ തീരുമാനിക്കുന്നത്. വ്യാകരണപ്രകാരം ദണ്ഡ്യന്റെ അത്ര ഇതി ദണ്ഡകാരണ്യം, കർമ്മഫലങ്ങളുടെ
ശിക്ഷയുടെ ദണ്ഡനത്തിന്റെ വനമാണ് ദണ്ഡകാരണ്യം. ഇതിൽ അപാരമായ ഒരു തത്വമുണ്ട്. സംസാരത്തിൽ ജീവൻ ക്ലേശങ്ങൾ അനുഭവിക്കുമ്പോൾ അതിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിൽക്കാനല്ല സാധാരണയായി ശ്രമിക്കുന്നത്. മറിച്ച് സംസാരത്തിൽ ഇരുന്നുകൊണ്ടുതന്നെ ആ ക്ലേശങ്ങൾ മാറ്റാനാണ് നാം എപ്പോഴും ശ്രമിക്കുന്നത്. ഉപ്പുവെള്ളം കുടിച്ചുണ്ടായ ദാഹം മാറ്റാൻ വീണ്ടും ഉപ്പുവെള്ളം തന്നെ കുടിക്കുന്നതുപോലെ സംസാരദുഃഖം മാറ്റാൻ കുറേക്കൂടി വലിയ സംസാരത്തിലേക്ക്, കൂടുതൽ കർമ്മങ്ങളിലേക്ക് നാം കടക്കുന്നു. അതാണ് ചിത്രകൂടം വിട്ടുള്ള ദണ്ഡകാരണ്യ പ്രവേശനം. ഇതാണ് അയോധ്യാകാന്ഡത്തിന്റെ ആന്തരിക ദാർശനിക തലം. ഈ ഗഹനമായ അധ്യാത്മതത്വങ്ങൾക്ക് പുറമെ ഏറ്റവും വ്യാവഹാരികമായ, ലൗകികമായ ഒരു വലിയ പാഠം കൂടി ഈ കാണ്ഡം നമുക്ക് നൽകുന്നുണ്ട്. അത് ദുസ്സംഗം അഥവാ ദുഷ്ടന്മാരുമായുള്ള സഹവാസത്തിന്റെ ഭവിഷ്യത്താണ്. ശ്രീരാമനെ സ്വന്തം ജീവനേക്കാൾ സ്നേഹിച്ചിരുന്ന തികച്ചും ഉത്തമയായ ഒരു രാജ്ഞിയായിരുന്നു കൈകേയി. എന്നാൽ ദുഷ്ടബുദ്ധിയായ മന്ദരയുമായുള്ള വെറുമൊരു ക്ഷണനേരത്തെ സമ്പർക്കം കൊണ്ട്, അവളുടെ കുസൃതിവാക്കുകൾ കേട്ടതുകൊണ്ട് കൈകേയിയുടെ സകല വിവേകവും നഷ്ടപ്പെട്ടു. അതിരറ്റ സ്വാർത്ഥതയും മർക്കടമുഷ്ടിയും അവളെ പിടികൂടി. ആ ഒരൊറ്റ ദുസ്സംഗത്തിന്റെ ഫലമെന്തായിരുന്നു? പരമപ്രതാപിയായ ഒരു രാജാവ് മരിച്ചു. ഒരു രാജ്യം മുഴുവൻ ദുഃഖത്തിലാണ്ടു. ഏറ്റവും പ്രിയപ്പെട്ട മകൻ ഭരതൻ പോലും അവളെ ശത്രുവായി കണ്ടു വെറുത്തു. ദുർജനങ്ങളുടെ ഉപദേശം കേട്ട് പ്രവർത്തിച്ചാൽ അവസാനം ലഭിക്കുന്നത് ഒരിക്കലും തീരാത്ത പശ്ചാത്താപം മാത്രമായിരിക്കും എന്ന ലോകസത്യം കൂടി അത്യന്തം ഗഹനമായി ഉപന്യസിച്ചുകൊണ്ടാണ് ഇതിഹാസത്തിന്റെ ഈ അധ്യായം പൂർണ്ണമാകുന്നത്. ചിത്രകൂടത്തിലെ ആപേക്ഷികമായ ശാന്തത വെടിഞ്ഞ് സംസാരധർമ്മങ്ങളുടെ മൂർധന്യദശയാകുന്ന ദണ്ഡകാരണ്യത്തിലേക്ക് ജീവൻ പ്രവേശിക്കുന്ന അതിസങ്കീർണമായ ആത്മീയയാത്രയാണ് ആരണ്യകാന്ഡം. അയോധ്യയിൽ നിന്നുള്ള ആളുകളുടെ നിരന്തരമായ വരവ് ഒഴിവാക്കാൻ, അതായത് നിസ്സാരമായ ചില ബാഹ്യശല്യങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ശ്രീരാമൻ ദണ്ഡകാരണ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഈ യാത്രയിൽ അത്രി മഹർഷിയുടെയും അസൂയയില്ലാത്തവൾ എന്നർത്ഥം വരുന്ന അനസൂയാദേവിയുടെയും ആശ്രമത്തിൽ നിന്നും അനുഗ്രഹങ്ങളും പാഥേയവും സ്വീകരിച്ച് അവർ കൊടുങ്കാട്ടിലേക്ക് കടക്കുന്നു. അവിടെ വെച്ച് അവർ ആദ്യമായി നേരിടുന്നത് വിരാതൻ എന്ന ഭീകരനായ രാക്ഷസനെയാണ്. ആരാണ് വിരാതൻ? സംസ്കൃതത്തിൽ വിരുദ്ധം രാധയതി ഇതി വിരാധ എന്നാണ് വ്യുൽപ്പത്തി. ആത്മീയ സാധനയ്ക്ക് വിരുദ്ധമായി നിൽക്കുന്നവൻ അഥവാ സാധകന്റെ വഴിയിലെ ആദ്യത്തെ വലിയ തടസ്സം. ശ്രീരാമന്റെ ശരങ്ങളേറ്റ് കൈകാലുകൾ അറുക്കപ്പെട്ട് വിരാതൻ മരിക്കുമ്പോൾ അവനിൽ നിന്നും ശാപമോക്ഷം നേടിയ ഒരു വിദ്യാധരൻ ഉയർന്നുവന്ന് ഭഗവാനെ സ്തുതിക്കുന്നുണ്ട്. സംസാരത്തിലെ എത്ര വലിയ പ്രതിബന്ധവും ഈശ്വരസ്പർശത്താൽ ഛേദിക്കപ്പെടുമ്പോൾ അത് സാധകന് നിർമ്മലമായ ഭക്തിയും മോക്ഷവും പ്രദാനം ചെയ്യുന്നതായി മാറുന്നു എന്നതിന്റെ ഉദാത്തമായ ദൃഷ്ടാന്തമാണിത്. തുടർന്ന് ആത്മീയയാത്ര ചെന്നെത്തുന്നത് ശരഭംഗ മഹർഷിയുടെ ആശ്രമത്തിലാണ്. ശരഭംഗൻ എന്ന നാമത്തിൽ തന്നെ അപാരമായൊരു യോഗശാസ്ത്ര രഹസ്യമുണ്ട്. ശരാണാം പ്രാണാനാം ഭംഗം നിരോധം യസ്യ സഹ് പ്രാണവായുവിനെ നിശേഷം നിരോധിച്ച് കേവലകുംഭകത്തിൽ പൂർണ്ണത നേടിയവൻ എന്നാണ് ഈ വാക്കിനർത്ഥം. തന്റെ ആയുഷ്കാലം മുഴുവൻ സ്വരൂപിച്ച സകല പുണ്യങ്ങളും തപശക്തിയും ശ്രീരാമനിൽ അർപ്പിച്ചിട്ട് ശരഭംഗൻ അഗ്നിപ്രവേശം ചെയ്ത് പരമപദം പ്രാപിക്കുന്നു. എന്താണിതിന്റെ പൊരുൾ? ഒരു ജീവൻ എത്ര വലിയ ബ്രഹ്മനിഷ്ഠനായാലും സംസാരവ്യാപാരങ്ങളിൽ ലേശമെങ്കിലും മുഴുകിയാൽ അനുഭവങ്ങൾക്ക് ചില കുറവുകൾ വരാം. ലൗകിക വ്യവഹാരങ്ങൾ സർവത്ര ഉപേക്ഷിച്ച് തനിക്ക് ലഭ്യമായ സകല സുകൃതങ്ങളും ഭഗവാനിൽ സമ്പൂർണമായി സമർപ്പിക്കുന്ന ഒരു യോഗിക്ക് മാത്രമേ പരമപദം അഥവാ കേവലമുക്തി പ്രാപിക്കാൻ കഴിയൂ എന്ന് ശരഭംഗയോഗി കാട്ടിത്തരുന്നു. അവിടെ നിന്ന് രാമൻ അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യനായ സുധീഷ്ണനെ സന്ദർശിക്കുന്നു. ഭക്തിയുടെ ഉജ്ജ്വലമായ പ്രതീകമായ സുധീഷ്ണൻ ഭഗവാനെ ഹൃദയത്തിൽ സ്വീകരിച്ച ശേഷം അവരെ അഗസ്ത്യാശ്രമത്തിലേക്ക് നയിക്കുന്നു. ഈ അഗസ്ത്യ സമാഗമം രാമായണത്തിലെ ഏറ്റവും ഗഹനമായ വേദാന്ത പ്രതിപാദനങ്ങളിലൊന്നാണ്. നിരുക്തപ്രകാരം അകം സ്തംനാദി ഇതി അഗസ്ത്യ, അഹങ്കാരമാകുന്ന പർവ്വതത്തെ സ്തംഭിപ്പിച്ചവൻ അഥവാ പൂർണ്ണമായി അടക്കിയവൻ എന്നാണ് അഗസ്ത്യ ശബ്ദത്തിനർത്ഥം. ആ സമാഗമവേളയിൽ അഗസ്ത്യൻ നടത്തുന്ന സ്തുതി വെറുമൊരു പ്രാർത്ഥനയല്ല, മറിച്ച് പ്രപഞ്ച സൃഷ്ടിയുടെ അതിസൂക്ഷ്മമായ സാംഖ്യ വേദാന്ത ദർശനമാണ്.
അഗസ്ത്യൻ വർണ്ണിക്കുന്നത് ഇപ്രകാരമാണ്. നാമരൂപാത്മകമായ ഈ ജഗത്തുണ്ടാകുന്നതിനു മുൻപ് ഏകവും അദ്വിതീയവുമായ സത്താമാത്രമായ പരചൈതന്യമായിരുന്നു ഭഗവാൻ. അതിൽ നിന്നും യാദൃച്ഛികമായി സ്ഫുരിച്ച ശക്തിയാണ് അവ്യാകൃതം അഥവാ മായ. ആ മായയിൽ നിന്നും മഹത്തതത്വവും അതിൽ നിന്നും അഹംതത്വവും അഹങ്കാരം, തുടർന്ന് ത്രിഗുണങ്ങളായ സത്വ രജസ് തമസ്സുകളും ഉണ്ടായി. സത്വഗുണത്തിൽ നിന്ന് അന്തഃകരണവും ദേവതമാരും, രജോഗുണത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളും പ്രാണനും, തമോഗുണത്തിൽ നിന്ന് പഞ്ചഭൂതങ്ങളും വികസിച്ചു. ഇതെല്ലാം കൂടി ചേർന്ന പിണ്ഡാകാരമായ തത്വസമുച്ചയമാണ് സൂത്രാത്മാവ് അഥവാ ഹിരണ്യഗർഭൻ. ഈ ഹിരണ്യഗർഭൻ വികസിച്ചുണ്ടായതാണ് 14 ലോകങ്ങളുള്ള ഭഗവാന്റെ വിരാട് സ്വരൂപം. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കായി ബ്രഹ്മാവായും വിഷ്ണുവായും രുദ്രനായും ഗുണമയനായി വിഹരിക്കുമ്പോഴും അതിനെല്ലാറ്റിലും ഉപരിയായ പരമനിർഗുണ സാക്ഷിയാണ് രാമൻ എന്ന് അഗസ്ത്യൻ സ്തുതിക്കുന്നു. ഈ പരമോപദേശത്തിന് ശേഷം അഗസ്ത്യൻ രാമന് മഹേശ്വരദത്തമായ വില്ലും ഒരിക്കലും ശരങ്ങൾ അവസാനിക്കാത്ത ആവനാഴികളും ദിവ്യമായ ഖഡ്ഗവും നൽകുന്നുണ്ട്. വേദാന്തശാസ്ത്രത്തിൽ വില്ല് എന്നത് ഓങ്കാരവും പ്രണവം ധനു, ശരം എന്നത് ഏകാഗ്രമായ ജീവനും, ഖഡ്ഗം എന്നത് അജ്ഞാനത്തെ ഛേദിക്കുന്ന തീക്ഷ്ണമായ ജ്ഞാനവുമാണ്. ചിത്തത്തിൽ പൊങ്ങിവരുന്ന നാമരൂപാത്മകങ്ങളായ വിക്ഷേപങ്ങളാകുന്ന രാക്ഷസന്മാരെ അകറ്റി ശാന്തി വീണ്ടെടുക്കാനുള്ള മഹാവിദ്യയാണ് അഗസ്ത്യൻ ഇവിടെ പകർന്നു നൽകുന്നത്. മഹർഷിയുടെ നിർദ്ദേശപ്രകാരം രാമൻ പിന്നീട് പഞ്ചവടിയിലേക്ക് തിരിക്കുന്നു. വ്യാകരണപ്രകാരം പഞ്ചാനാം വടാനാം സമാഹാര പഞ്ചവടി എന്ന് സമാഹാര ദ്വിഗു സമാസം. 5 ഇന്ദ്രിയങ്ങളും അടങ്ങി ഏകാഗ്രമായ ചിത്തമാണ് പഞ്ചവടി. ഈ പഞ്ചവടിയിലേക്കുള്ള യാത്രക്കിടയിലാണ് ധർമ്മസ്വരൂപിയായ ജടായുവിനെ കണ്ടുമുട്ടുന്നത്. അധ്യാത്മമാർഗത്തിൽ സഞ്ചരിക്കുന്ന ജീവന്റെ പരോക്ഷജ്ഞാനവും വൈരാഗ്യവും ചേർന്ന സവിശേഷ അവസ്ഥയാണ് ജടായു. ജടായുവിന്റെ കാവലോടുകൂടി, അതായത് ജ്ഞാനവൈരാഗ്യങ്ങളുടെ അകമ്പടിയോടെ ജീവൻ പഞ്ചവടിയിൽ ഏകാഗ്രയോടെ വാസമുറപ്പിക്കുന്നു. ഈ പഞ്ചവടിയിലാണ് ഭാരതീയ ദാർശനിക പാരമ്പര്യത്തിലെ എക്കാലത്തെയും മികച്ച വേദാന്ത പ്രകരണങ്ങളിലൊന്നായ ലക്ഷ്മണോപദേശം അരങ്ങേറുന്നത്. സംസാരബന്ധത്തിൽ നിന്നും എങ്ങനെ മുക്തനാകാം എന്ന ലക്ഷ്മണന്റെ ചോദ്യത്തിന് ഭഗവാൻ അദ്വൈത സിദ്ധാന്തത്തിന്റെ അന്തസ്സത്ത മുഴുവൻ തുറന്നുകാട്ടുന്നു. അനാത്മവസ്തുക്കളിൽ, അതായത് ശരീരത്തിൽ താനാണെന്ന തോന്നലുണ്ടാക്കുന്ന തെറ്റായ അറിവാണ് മായ. കയറിനെ പാമ്പായി തെറ്റിദ്ധരിക്കുന്ന രജ്ജു സർപ്പഭ്രാന്തി പോലെയാണത്. ഈ മായയ്ക്ക് ആവരണം, വിക്ഷേപം എന്നിങ്ങനെ 2 ശക്തികളുണ്ട്. കയറാണെന്ന സത്യം മറയുന്നത് ആവരണം, പകരം അവിടെ പാമ്പാണെന്ന തോന്നലുണ്ടാകുന്നത് വിക്ഷേപം. ഇതുപോലെ സർവത്ര നിറഞ്ഞു നിൽക്കുന്ന പരമാത്മസ്വരൂപത്തെ ആവരണശക്തി മറക്കുമ്പോൾ വിക്ഷേപശക്തി അവിടെ നാമരൂപാത്മകമായ ഈ ജഗത്തതിനെ സൃഷ്ടിക്കുന്നു. വാസ്തവത്തിൽ 3 കാലത്തുമില്ലാത്ത ഈ ജഗത്ത് കേവലം അജ്ഞാനദൃഷ്ടിയിൽ മാത്രമാണ് ഉള്ളതായി തോന്നുന്നത്. സദ്ഗുരുവിൽ നിന്നും ലഭിക്കുന്ന മഹാവാക്യോപദേശത്താൽ ജീവാത്മാവും പരമാത്മാവും ഒന്നാണെന്ന അനുഭവമാകുന്ന വിജ്ഞാനമുണ്ടാകുമ്പോൾ ഈ സംസാരഭ്രാന്തിയും പ്രകൃതിയും പരമാത്മാവിൽ വിലയം പ്രാപിക്കുകയും മുക്തി ലഭിക്കുകയും ചെയ്യുന്നു. ഈ പരമജ്ഞാനത്തിലേക്കുള്ള ഒരേയൊരു മാർഗമായി ഭഗവാൻ നിർദ്ദേശിക്കുന്നത് നിഷ്കളങ്കമായ ഭക്തിയെയാണ്. ഈ ശാന്തമായ ജ്ഞാനാവസ്ഥയിലേക്കാണ് ശൂർപ്പണഖ എന്ന കൊടുങ്കാറ്റ് ആഞ്ഞുവീശുന്നത്. നിരുക്തപ്രകാരം ശൂർപ്പും ഇവ നഖാനിയസ്യ സ എന്ന് ബഹുവ്രീഹി സമാസം. മുറം പോലുള്ള നഖങ്ങളുള്ളവൾ. സംസാരമാകുന്ന ദണ്ഡകാരണ്യത്തിൽ ഒരു മുമുക്ഷുവിന് ഉണ്ടായേക്കാവുന്ന ഏറ്റവും പ്രബലമായ വിപത്താണ് ശൂർപ്പണഖ പ്രതിനിധീകരിക്കുന്ന വിഷയാസക്തി അഥവാ കാമം. ശൂർപ്പണഖ ആദ്യം വന്നത് അത്യന്തം മോഹനമായ രൂപത്തിലായിരുന്നു. എല്ലാ ലൗകിക ആഗ്രഹങ്ങളും ആരംഭത്തിൽ അത്യന്തം സുന്ദരമായി തോന്നും. എന്നാൽ അതിനോടടുത്താൽ മാത്രമേ അതിന്റെ ഭയാനകമായ രാക്ഷസിത്വം വെളിപ്പെടുകയുള്ളൂ. ഈ ആഗ്രഹത്തെ നിഷേധിച്ചാലും സ്വീകരിച്ചാലും ഫലം ദുഃഖം തന്നെയാണ്. ആഗ്രഹത്തെ നിഷേധിച്ചതുകൊണ്ട് മാത്രമാണ് പിന്നീട് കരദൂഷണ ത്രിശിരസ്സുകളുടെയും 14,000 രാക്ഷസന്മാരുടെയും വലിയൊരു സൈന്യം ശ്രീരാമനോട് ഏറ്റുമുട്ടാൻ വന്നത്. കാമത്തിൽ നിന്നുണ്ടാകുന്ന ക്രോധം തുടങ്ങിയ അതിഭയങ്കരമായ വികാരങ്ങളാണ് ഈ രാക്ഷസപ്പട.
അവയെ മുഴുവൻ ഭഗവാൻ ഒറ്റയ്ക്ക് ഭസ്മമാക്കുന്നു. ശൂർപ്പണഖയുടെ വിലാപം കേട്ടാണ് സാക്ഷാൽ രാവണൻ രംഗപ്രവേശം ചെയ്യുന്നത്. അത്യാത്മദർശനപ്രകാരം രാവണൻ എന്നത് രജോഗുണത്തിന്റെ പൂർണ്ണരൂപമാണ്. 10 ഇന്ദ്രിയദ്വാരങ്ങളിലൂടെയും എപ്പോഴും വിഷയങ്ങളിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന രാഗിയായ ജീവന്റെ പ്രപഞ്ചവൃത്തിയാണ് രാവണത്വം. രാവണന്റെ അനുജനായ കുംഭകർണനാണ് കേവലം ആഹാരനിദ്രകളിൽ മാത്രം മുഴുകിക്കഴിയുന്ന തമോഗുണം. മറ്റൊരു അനുജനായ വിഭീഷണനാകട്ടെ ശമതമാദികളും അഹിംസയും നിറഞ്ഞ സത്വഗുണവുമാണ്. ഇവരെല്ലാവരും വസിക്കുന്ന സദാ സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്ന അശാന്തമായ ചിത്തമാണ് ലങ്ക. സീതയെ അപഹരിക്കാൻ രാവണൻ മാരീചന്റെ സഹായം തേടുന്നു. മാരീചം അഥവാ മരീചിക എന്നാൽ കാനൽ ജലം ഇല്ലാത്ത ഒന്നിനെ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന മിഥ്യാവിലാസം. സ്വർണപ്പുള്ളികളുള്ള ഒരു മാൻപേടയായി മാരീചൻ ആശ്രമപരിസരത്ത് തുള്ളിക്കളിക്കുന്നു. എത്ര വലിയ ജ്ഞാനിയാണെങ്കിലും സംസാരത്തിൽ ഏകാകിയായി കഴിയുമ്പോൾ വൈരാഗ്യത്തിന് ശൈഥില്യം സംഭവിക്കാം. അത്യന്തം സുന്ദരമായ നാമരൂപങ്ങളിൽ മനസ്സ് കുരുങ്ങുമ്പോഴാണ് വിവേകം നശിക്കുന്നത്. സ്വർണമാനിനെ കണ്ട് ഭ്രമിച്ചപ്പോൾ അവിടെ രാമന്റെ വൈരാഗ്യത്തിന് മങ്ങലേറ്റു. അത് അന്തിമമായി ബ്രഹ്മവിദ്യയാകുന്ന സീതയെ നഷ്ടപ്പെടുത്തുന്നതിൽ കലാശിച്ചു. രാവണൻ സീതയെ അപഹരിക്കാൻ വന്നത് ഒരു സന്യാസിയുടെ വേഷത്തിലായിരുന്നു എന്നതിൽ അപാരമായൊരു തത്വമുണ്ട്. സന്യാസം എന്നത് വേഷപ്രധാനമല്ല, അത് ധർമ്മപ്രധാനമാണ്. ത്യാഗത്തിന്റെയും വൈരാഗ്യത്തിന്റെയും പൂർണ്ണതയാണ് സന്യാസം. രാവണൻ ത്യാഗിയല്ല, കേവലം ഭോഗിയാണ്. ഭോഗിയായ ഒരാൾ എത്ര സന്യാസിവേഷം കെട്ടിയാലും അയാൾക്ക് ബ്രഹ്മവിദ്യയാകുന്ന സീതയെ ഒരിക്കലും നേർവഴിയിൽ കൂടി പ്രാപിക്കാൻ കഴിയില്ല. സീതയെ അപഹരിച്ചുകൊണ്ടു പോകുന്ന വഴിയിൽ കാവൽക്കാരനായ ജടായു രാവണനുമായി ഏറ്റുമുട്ടുകയും ചിറകറ്റ് വീഴുകയും ചെയ്യുന്നുണ്ട്. ജടായു എന്നത് ഒരു സാധകന്റെ പരോക്ഷജ്ഞാനവും തീവ്രമായ വൈരാഗ്യവുമാണ് എന്ന് നാം കണ്ടു. രജോഗുണമാകുന്ന രാവണൻ ആക്രമിച്ച് വൈരാഗ്യത്തിന്റെ ചിറകരിയുമ്പോൾ സ്വാഭാവികമായും അപരോക്ഷജ്ഞാനമാകുന്ന ബ്രഹ്മവിദ്യ സീത ജീവന് നഷ്ടപ്പെടുന്നു. ജീവൻ അന്ധകാരത്തിലാകുന്നു. സീതയെ അന്വേഷിച്ചലയുന്നതിനിടയിൽ ആസന്ന മൃത്യുവായ ജടായുവിനെ കണ്ട് ഭഗവാൻ മോക്ഷം നൽകിയേക്കുന്നു. പിന്നീട് ദക്ഷിണദിക്കിലേക്ക് സഞ്ചരിക്കുന്ന അവർ അത്യന്തം ഹൃദയസ്പർശിയായ ശബരിയുടെ ആശ്രമത്തിലെത്തുന്നു. മതംഗ മഹർഷിയുടെ ആശ്രമത്തിൽ സജ്ജനങ്ങളുടെ സാമീപ്യം മാത്രം കൊതിച്ച് നിസ്വാർത്ഥമായി അവർക്ക് സേവനം ചെയ്ത വെറുമൊരു കാട്ടാള സ്ത്രീയാണ് ശബരി. വിദ്യാഭ്യാസമോ കുലമഹിമയോ ഇല്ലാതിരുന്നിട്ടും കേവലം നിരന്തരമായ സത്സംഗം കൊണ്ടും നിഷ്കളങ്കമായ സേവനം കൊണ്ടും അവളിൽ ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും പൂർണ്ണമായി വികസിച്ചു. താൻ കടിച്ച് രുചി നോക്കിയ പഴങ്ങൾ ഭഗവാന് നൽകുമ്പോൾ അവളിലെ ഭക്തി അതിന്റെ പരകോടിയിലായിരുന്നു. ഭഗവാൻ അത് അത്യന്തം സസന്തോഷം സ്വീകരിക്കുകയും ചെയ്യുന്നു. അവിടെ വെച്ച് ഭഗവാൻ ശബരിക്ക് ഉപദേശിക്കുന്ന നവത ഭക്തി 9 പ്രകാരത്തിലുള്ള ഭക്തി അത്യാത്മസാധനയുടെ സർവസ്വവുമാണ്. സത്സംഗം, ഈശ്വരകഥാലാപം, മഹിമാനുകീർത്തനം, തത്വവ്യാഖ്യാനം, ഗുരുസേവ, യമനിയമാനുഷ്ഠാനങ്ങൾ, ഭഗവദ്ദാസ്യനിഷ്ഠ, മന്ത്രോപാസന, സർവചരാചരങ്ങളിലും ഈശ്വരനെ കാണുന്ന സമദർശനം, ഈ 9 ഉപാധികളിലൂടെ ഭക്തി വികസിച്ചാൽ ഏതു പ്രാകൃതനും ഈശ്വരസാക്ഷാത്കാരം സുലഭമാകുമെന്ന് ഭഗവാൻ തെളിയിക്കുന്നു. അത്യാത്മസാധനയിലിറങ്ങിയ ഒരുവന് സംസാരഭുക്തി കൊണ്ട് തന്റെ സകല ജ്ഞാനവും വൈരാഗ്യവും നഷ്ടപ്പെട്ടാൽ ആദ്യം മുതൽ വീണ്ടും ആരംഭിക്കേണ്ടതുണ്ട്. ആ പുതിയ തുടക്കത്തിന് അത്യാവശ്യമായി വേണ്ടത് അന്തമെങ്കിലും അത്യന്തം ദൃഢമായ നിഷ്കളങ്ക ഭക്തിയാണ്. ആ ഭക്തിയെയാണ് ഇവിടെ ശബരിയായി ചിത്രീകരിച്ചിരിക്കുന്നത്. ശബരിയിൽ നിന്നും ലഭിച്ച അചഞ്ചലമായ ഭക്തിയുടെയും വിവേകത്തിന്റെയും പിൻബലത്തിൽ നഷ്ടപ്പെട്ട ബ്രഹ്മവിദ്യയെ വീണ്ടെടുക്കാനുള്ള മഹാപ്രയാണത്തിനായി ഋഷ്യമൂകാചലത്തിലേക്ക് ശ്രീരാമൻ തിരിക്കുന്നിടത്ത് ആരണ്യകാണ്ഡം പൂർണ്ണമാകുന്നു. അയോധ്യാകാണ്ഡത്തിന്റെയും ആരണ്യകാണ്ഡത്തിന്റെയും ദാർശനികവും വൈകാരികവുമായ തലങ്ങളിൽ നിന്നും ജീവൻ ഇനി പ്രവേശിക്കുന്നത് കിഷ്കിന്ധാകാണ്ഡത്തിന്റെ വിശാലമായ ആത്മീയ ഭൂമികയിലേക്കാണ്. ശബരിയെ അനുഗ്രഹിച്ച് ദക്ഷിണദിക്കിലേക്ക് നീങ്ങുന്ന രാമലക്ഷ്മണന്മാർ ചെന്നെത്തുന്നത് പമ്പാസരസിന്റെ തീരത്താണ്. ഇവിടെ ഗ്രന്ഥകർത്താവ് ഉപയോഗിച്ചിരിക്കുന്ന പമ്പ എന്ന പദപ്രയോഗത്തിൽ തന്നെ അതിഗംഭീരമായൊരു
വ്യാകരണ നിരുക്ത രഹസ്യം ഒളിഞ്ഞുകിടക്കുന്നുണ്ട്. ലൗകികമായ അർത്ഥത്തിൽ അതൊരു സരസ്സാണ്. എന്നാൽ ദാർശനികതലത്തിൽ എന്താണ് പമ്പ? അക്ഷരങ്ങളെ ഒന്ന് മാറ്റിയിട്ട് നോക്കുക. പാപം എന്ന പദത്തിന്റെ വിപരീത രൂപമാണ് പമ്പ. ജീവനിൽ അടിഞ്ഞുകൂടിയ പാപങ്ങൾ പൂർണ്ണമായും നശിക്കുമ്പോഴുണ്ടാകുന്ന സ്വച്ഛവും നിർമ്മലവുമായ ചിത്തത്തെയാണ് ഇവിടെ പമ്പാസരസ്സായി ഉപന്യസിച്ചിരിക്കുന്നത്. ശബരിദർശനത്തിലൂടെ പ്രവഹിച്ച പരമഭക്തി കൊണ്ട് പാപങ്ങൾ നശിച്ച് ചിത്തം പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെടുമ്പോൾ ചിത്തശുദ്ധി ജീവന് സ്വാഭാവികമായും വലിയൊരു സമാധാനവും വിശ്രാന്തിയും ലഭിക്കുന്നു. അതാണ് പമ്പാതീരത്ത് വെച്ച് ശ്രീരാമന് ലഭിച്ച ആശ്വാസം. ചിത്തം നിർമ്മലമാകുമ്പോൾ ജീവനിൽ സ്വാഭാവികമായും വിവേകം ഉദയം ചെയ്യും. ഈ വിവേകത്തെയാണ് ഇവിടെ സുഗ്രീവനായി ചിത്രീകരിച്ചിരിക്കുന്നത്. വ്യാകരണപ്രകാരം സുഷ്ടുഗ്രീവായസ്യ സ സുഗ്രീവ, മനോഹരമായ കഴുത്തുള്ളവൻ. ശിരസ്സാകുന്ന ബുദ്ധിയെയും ഉടലാകുന്ന ശരീരത്തെയും ഉചിതമായ രീതിയിൽ ബന്ധിപ്പിക്കുന്നവനാണ് സുഗ്രീവൻ, അതായത് വിവേകം. നേരെ മറിച്ച് വിവേകത്തിന്റെ ശത്രുവായ അവിവേകമാണ് ബാലി. ബലേന അഹങ്കാരേണ ജീവതി ഇതി ബാലി, ശരീരബലത്തിലും അഹങ്കാരത്തിലും മാത്രം ജീവിക്കുന്നവൻ. അവിവേകം എപ്പോഴും വിവേകത്തെ ആക്രമിച്ചുകൊണ്ടേയിരിക്കും. ഒരേ അമ്മയിൽ ജനിച്ചവരാണെങ്കിലും ഇവർ ബദ്ധശത്രുക്കളാണ്. മായയും ജ്ഞാനവും കൂടിച്ചേർന്നതാണ് സുഗ്രീവനാകുന്ന വിവേകമെങ്കിൽ മായയും അജ്ഞാനവും കൂടിച്ചേർന്നതാണ് ബാലിയാകുന്ന അവിവേകം. ഇവരെ ഒറ്റനോട്ടത്തിൽ തിരിച്ചറിയാൻ പരമാത്മാവായ ശ്രീരാമന് പോലും ആദ്യം കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ വിവേകവും അവിവേകവും തമ്മിലുള്ള അതിസൂക്ഷ്മമായ അന്തരം മനുഷ്യപ്രജ്ഞയ്ക്ക് എത്രത്തോളം ദുർഗ്രഹമാണെന്ന് നാം മനസ്സിലാക്കണം. ഈശ്വരാർപ്പണബുദ്ധിയാകുന്ന അടയാളം അണിയിച്ചാണ് ഒടുവിൽ ഭഗവാൻ വിവേകത്തെ തിരിച്ചറിയുന്നത്. ഈ വിവേകത്തെയും പരമാത്മാവിനെയും തമ്മിൽ കൂട്ടിയിണക്കുന്നത് ആരാണ്? അവിടെയാണ് ഹനുമാന്റെ നൈഷ്ഠിക ബ്രഹ്മചര്യത്തിന്റെ രംഗപ്രവേശം. സത്യവും അഹിംസയും ബ്രഹ്മചര്യവുമടങ്ങുന്ന സാത്വികധർമ്മങ്ങൾ നിഷ്ഠയോടെ ആചരിക്കുമ്പോൾ മാത്രമേ ജീവനിൽ വിവേകം ഉണരുകയുള്ളൂ. ബ്രഹ്മചാരിയുടെ വേഷത്തിൽ വന്ന ഹനുമാൻ രാമലക്ഷ്മണന്മാരെ തന്റെ ചുമലിലേറ്റി അതിവേഗം സുഗ്രീവസന്നിധിയിൽ എത്തിക്കുന്നു. അതായത് നൈഷ്ഠിക ബ്രഹ്മചര്യം ഒരു സാധകനെ എത്ര വേഗത്തിലാണ് വിവേകത്തിന്റെ ഉന്നതിയിലേക്ക് നയിക്കുന്നത് എന്നതിന്റെ പ്രതീകമാണിത്. ബാലിയുമായുള്ള ഏറ്റുമുട്ടലിന് മുൻപായി സുഗ്രീവൻ ശ്രീരാമന്റെ ശക്തി പരീക്ഷിക്കുന്ന 2 സംഭവങ്ങളുണ്ട്. ദുന്ദുബിയുടെ അസ്ഥികൂടം ദൂരേക്ക് വലിച്ചെറിയുന്നതും 7 കരിമ്പനകളെ ഒറ്റ ശരം കൊണ്ട് ഛേദിക്കുന്നതും. നിരുക്തപ്രകാരം ദുന്ദുബ്യന്തെ ഇതി ദുന്ദുബി, സദാ ശബ്ദമുണ്ടാക്കുന്നത്, അഹങ്കരിക്കുന്നത്. ദുന്ദുബിയുടെ അസ്ഥികൂടം എന്നത് വാസ്തവത്തിൽ ജീവന്റെ ദേഹാഭിമാനമാണ്. ഞാനാണ് ഈ ശരീരം എന്ന വ്യർത്ഥമായ അഹങ്കാരം. ആ ദേഹാഭിമാനത്തെ കാൽവിരൽ കൊണ്ട് നിഷ്പ്രയാസം ദൂരേക്ക് വലിച്ചെറിയുകയാണ് ഭഗവാൻ. രണ്ടാമത്തേത് 7 കരിമ്പനകൾ അഥവാ സപ്തസാലങ്ങൾ. ആയുർവേദത്തിലും വേദാന്തത്തിലും പറയുന്ന രസരക്തമാംസമേധോ അസ്ഥി മജ്ജ ശുക്ലങ്ങളാകുന്ന സപ്തധാതുക്കളുടെ വികാരങ്ങളെയാണ് ഈ വൃത്താകാരത്തിൽ നിൽക്കുന്ന 7 മരങ്ങളായി ചിത്രീകരിച്ചിരിക്കുന്നത്. ഒന്ന് വിട്ടാൽ മറ്റൊന്ന് എന്ന നിലയിൽ അവസാനിക്കാത്തതാണ് ഈ ധാതുവികാരങ്ങളുടെ തൃഷ്ണ. തന്റെ ഏകാഗ്രമായ ബാണം കൊണ്ട് ഈ സപ്തധാതുക്കളുടെ വികാരങ്ങളെയും ഭഗവാൻ നിശേഷം ഭേദിക്കുന്നു. ദേഹാഭിമാനത്തെ ദൂരത്തെറിയുകയും ധാതുവികാരങ്ങളെ നിശേഷം അകറ്റുകയും ചെയ്യുമ്പോഴാണ് ഒരു സാധകൻ അവിവേകത്തെ വധിക്കാൻ പൂർണ്ണമായും പ്രാപ്തനാകുന്നത്. തുടർന്ന് നടക്കുന്ന ബാലിവധം രാമായണത്തിലെ ഏറ്റവും വലിയ ധർമ്മസങ്കടങ്ങളിലൊന്നാണ്. ഒളിച്ചുനിന്ന് അമ്പെയ്യുക എന്നത് ക്ഷത്രിയധർമ്മത്തിന് നിരക്കുന്നതാണോ എന്ന് ബാലി ചോദിക്കുന്നുണ്ട്. ഇവിടെ നാം ന്യായം വേറെ സത്യം വേറെ എന്ന വേദാന്തതത്വം മനസ്സിലാക്കണം. അവിവേകിയായ ബാലിയുടെ ചോദ്യങ്ങളിൽ ന്യായമുണ്ട്, എന്നാൽ ഭഗവാന്റെ പക്ഷത്ത് സത്യമാണുള്ളത്. ന്യായം വ്യവഹാരികമാണ്, സത്യം പാരമാർത്ഥികമാണ്. സത്യവും ന്യായവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഈശ്വരൻ എപ്പോഴും ന്യായത്തെ തള്ളിക്കളഞ്ഞ് സത്യത്തെയാണ് സംരക്ഷിക്കുക. വിവേകിയായ ബാലിക്ക് ആ സത്യം ബോധ്യമാവുകയും അവൻ ഭഗവാനെ സ്തുതിച്ച് പരമപദം പ്രാപിക്കുകയും ചെയ്യുന്നു. ബാലിയുടെ പത്നിയായ താരയുടെ ദാർശനികതലം ഇവിടെ വളരെ ശ്രദ്ധേയമാണ്. സംസാരസാഗരാത് താരയതി ഇതി താര, സംസാരസമുദ്രത്തിൽ നിന്ന് കരകയറ്റുന്നവൾ,
അതായത് പ്രണവം അഥവാ ഓങ്കാരം. ഈ പ്രണവോപാസന അവിവേകത്തോടുകൂടിയായാൽ അത് നാശത്തിലേ കലാശിക്കൂ. എന്നാൽ അതേ താര അഥവാ പ്രണവം വിവേകത്തോടൊപ്പം സുഗ്രീവനോടൊപ്പം ചേരുമ്പോൾ ജീവനെ മുക്തിയിലേക്ക് നയിക്കുന്നു. ശരീരാഭിമാനവും അഹങ്കാരവും വെടിഞ്ഞുകൊണ്ടുള്ള പ്രണവോപാസന മാത്രമേ സാധകനെ ഉദ്ധരിക്കുകയുള്ളൂ. ബാലിവധത്തിന് ശേഷം സുഗ്രീവൻ രാജാവാകുകയും ഭഗവാൻ പ്രസ്രവണഗിരിയിലെ ഗുഹയിൽ ചാതുർമാസ്യ ദീക്ഷ അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. ഈ ഏകാന്തവാസത്തിനിടയിലാണ് ഭഗവാൻ ലക്ഷ്മണന് ക്രിയായോഗം ഉപദേശിക്കുന്നത്. സങ്കൽപ്പങ്ങളും കർമ്മങ്ങളും അതിലൂടെയുണ്ടാകുന്ന അനുഭവങ്ങളുമായാണ് ജീവൻ തന്റെ അജ്ഞാനത്തെ അനുഭവിക്കുന്നത്. ഈശ്വരപൂജയിലൂടെ നാം ചെയ്യുന്നത് ഈ പഞ്ചഭൂതാത്മകമായ അജ്ഞാനത്തെ ഈശ്വരനിൽ അർപ്പിച്ച് ലയിപ്പിക്കുകയാണ്. അതാണ് പൂജയിലെ പഞ്ചോപചാരങ്ങൾ. സർവാത്മന അവ ഈശ്വരന് സമർപ്പിക്കപ്പെടുമ്പോൾ ജീവന്റെ അജ്ഞാനം നീങ്ങുകയും ഈശ്വരത്വം പ്രകാശിക്കുകയും ചെയ്യുന്നു. ചാതുർമാസ്യത്തിന് ശേഷം സുഗ്രീവന്റെ നിർദ്ദേശപ്രകാരം വാനരന്മാർ സീതാന്വേഷണത്തിനായി 4 ദിക്കിലേക്കും പുറപ്പെടുന്നു. ബ്രഹ്മവിദ്യയാകുന്ന സീതയെ അന്വേഷിച്ചിറങ്ങുന്ന ഉപനിഷത്ത് വാക്യങ്ങൾ. ഇതിൽ തെക്കോട്ടുപോയ ഹനുമാനും സംഘത്തിനും മാത്രമേ ലക്ഷ്യം പ്രാപിക്കാൻ കഴിയുന്നുള്ളൂ. അതായത് ശരിയായ മാർഗത്തിലൂടെയുള്ള തത്വവിചാരം മാത്രമേ ആത്മതത്വത്തിൽ ചെന്നെത്തുകയുള്ളൂ. ഈ അന്വേഷണത്തിനിടയിൽ അവർ വിശപ്പും ദാഹവും സഹിച്ച് കൂരിരുട്ടുള്ള ഒരു വലിയ ഗുഹയിൽ അകപ്പെടുന്നുണ്ട്. ഗുഹ എന്നത് ഹൃദയാകാശമാണ്. അതിനുള്ളിലെ കടുത്ത അന്ധകാരം അവിദ്യയാണ്. ആ അവിദ്യയെ മറികടന്ന് ഉള്ളിലേക്ക് സഞ്ചരിക്കുമ്പോൾ അവർ സ്വയംപ്രഭ എന്ന ദിവ്യയായ താപസിയെ കാണുന്നു. വാസനാമാലിന്യങ്ങളില്ലാത്ത പ്രകാശമാനമായ ആത്മചൈതന്യമാണ് സ്വയംപ്രഭ. ഉപനിഷത്ത് മന്ത്രങ്ങളാകുന്ന വാനരന്മാർ ഹൃദയഗുഹയ്ക്കുള്ളിൽ സ്വയംപ്രകാശിയായ ആത്മതത്വത്തെ ദർശിക്കുന്ന അതിമനോഹരമായ യോഗാനുഭവമാണിത്. ഗുഹയിൽ നിന്നും പുറത്തുവരുന്ന വാനരന്മാർ സമുദ്രതീരത്ത് വെച്ച് പ്രായോപവേശത്തിന് തയ്യാറെടുക്കുമ്പോഴാണ് സമ്പാദിയുടെ വരവ്. സമ്പദതി ഇതി സമ്പാദ്യ. ജടായുവിന്റെ ജ്യേഷ്ഠനായ സമ്പാദിക്ക് സൂര്യകിരണങ്ങളേറ്റ് ചിറക് നഷ്ടപ്പെട്ടിരിക്കുകയായിരുന്നു. ജടായുവിന്റെ ചിറകറ്റപ്പോഴാണ് ബ്രഹ്മവിദ്യയായ സീത ജീവന് നഷ്ടപ്പെട്ടത്. ഇവിടെ വാനരന്മാർ സീതയെ അന്വേഷിച്ചു വരുമ്പോൾ അവർക്ക് വഴികാട്ടിയാകാൻ സമ്പാദിക്ക് വീണ്ടും ചിറക് മുളയ്ക്കുന്നു. അതായത് നഷ്ടപ്പെട്ടുപോയ ജ്ഞാന വൈരാഗ്യങ്ങൾ ജീവനിൽ വീണ്ടും പൂർണ്ണമായി മുളച്ചുവരുന്നു. ജ്ഞാനവൈരാഗ്യങ്ങളുടെ പൂർണ്ണത കൈവരുമ്പോൾ മാത്രമേ ബ്രഹ്മവിദ്യ എവിടെയാണെന്ന് ദർശിക്കാൻ സാധിക്കൂ. സമ്പാദി നൽകിയ അറിവ് വെച്ച് സമുദ്രം കടക്കാൻ നിൽക്കുമ്പോഴാണ് ജാംബവാന്റെ ഓർമ്മപ്പെടുത്തലിൽ ഹനുമാൻ തന്റെ അപാരമായ വീര്യം തിരിച്ചറിയുന്നത്. രാമനാമം നാവിലും ശ്രീമൂർത്തി ഹൃദയത്തിലും ഭഗവാന്റെ അടയാളമായ അങ്കുലിയും കരതലത്തിലുമുള്ള ആഞ്ജനേയന് ഈ സംസാരസമുദ്രം അഥവാ ഭവാനിയായ ലൗകിക സമുദ്രം ഒരൊറ്റ കുതിപ്പിന് ലംഘിക്കാൻ കഴിയുമെന്ന് പ്രഖ്യാപിച്ച് മഹേന്ദ്രപർവ്വതത്തിന്റെ മുകളിൽ കയറി വിശ്വരൂപം പൂണ്ടുനിൽക്കുന്ന ഹനുമാന്റെ ദീപ്തമായ രൂപത്തിലാണ് കിഷ്കിന്ധാകാന്ഡം പൂർണ്ണമാകുന്നത്. രാമായണത്തിലെ 7 കാണ്ഡങ്ങളിൽ വെച്ച് ഏറ്റവും സവിശേഷമായ നാമകരണമുള്ളത് സുന്ദരകാണ്ഡത്തിനാണ്. സമുദ്രലംഘനവും സീതാദർശനവും ലങ്കാദഹനവും വർണ്ണിക്കുന്ന ഈ ഭാഗത്തിന് സമുദ്രലംഘന കാണ്ഡം എന്നോ സീതാദർശന കാണ്ഡം എന്നോ പേരിടാതെ എന്തുകൊണ്ടാണ് വാൽമീകി മഹർഷി സുന്ദരകാണ്ഡം എന്ന് നാമകരണം ചെയ്തത്? ഇതിന്റെ ഉത്തരം കിടക്കുന്നത് വേദാന്തശാസ്ത്രത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു ദാർശനിക തലത്തിലാണ്. ഉപനിഷത്തുകൾ പരബ്രഹ്മത്തെ വിശേഷിപ്പിക്കുന്നത് സത്യം ശിവം സുന്ദരം എന്നാണ്. ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും സുന്ദരമായത് പരമമായ സത്യം മാത്രമാണ്. വ്യാകരണപ്രകാരം സുഷ്ടു നന്ദയതി ഇതി സുന്ദരം. ഏതാണോ ഒരുവനെ ഏറ്റവും ഉത്തമമായ രീതിയിൽ ആനന്ദിപ്പിക്കുന്നത് അത് സുന്ദരം. ലൗകികമായ ആനന്ദങ്ങളെല്ലാം ക്ഷണികങ്ങളാണ്. എന്നാൽ ഒരു ജീവന് സംസാരസാഗരം കടന്ന് തന്റെ ഉള്ളിൽ മറഞ്ഞുകിടക്കുന്ന പരമമായ ബ്രഹ്മവിദ്യയെ സീതയെ കണ്ടെത്താൻ കഴിയുന്ന ആത്മസാക്ഷാത്കാരത്തിന്റെ മുഹൂർത്തം സംസാരത്തിൽ മറ്റെന്തിനേക്കാളും സുന്ദരമാണ്. ഈ അത്ഭുതകരമായ അവസ്ഥാവിശേഷത്തെ ഉപന്യസിക്കുന്നതുകൊണ്ടാണ് ഈ പ്രകരണത്തിന് സുന്ദരകാണ്ഡം എന്ന പേര് സിദ്ധിച്ചത്.
സീതാന്വേഷണത്തിനായി സമുദ്രത്തോളം വലിയ ഭൂവിഭാഗം മുഴുവൻ തിരയാൻ സുഗ്രീവൻ വാനരന്മാരെ 4 ദിക്കിലേക്കും അയക്കുന്നുണ്ട്. എന്നാൽ വടക്കും കിഴക്കും പടിഞ്ഞാറുമൊക്കെ പോയവർക്ക് ബ്രഹ്മവിദ്യയാകുന്ന സീതയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ദക്ഷിണദിക്കിലേക്ക് പോയവർക്ക് മാത്രമാണ് അതിന് സാധിച്ചത്. ഇതിലൊരു വലിയ തത്വമുണ്ട്. ജനനമരണങ്ങളുടെയും സംസാരത്തിന്റെയും ദിക്കാണ് ദക്ഷിണദിക്ക്, യമന്റെ ദിക്ക്. ജീവിതം ആത്മസാക്ഷാത്കാരത്തിനുള്ളതാണെന്ന് അറിഞ്ഞിട്ടും മഹാഭൂരിപക്ഷം മനുഷ്യരും ബാഹ്യവിഷയങ്ങളിലേക്ക് ഇന്ദ്രിയങ്ങളെ പായിച്ച് അലയുന്നു. അനേകായിരം പേരിൽ വളരെ ചുരുക്കം ചിലർ മാത്രമേ സംസാരത്തിന്റെ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞ് ജന്മസാഫല്യത്തിനായി പ്രയത്നിക്കുന്നുള്ളൂ. അവരിൽ തന്നെ ഒരു ഹനുമാന് മാത്രമേ സീതയെ കണ്ടെത്താൻ കഴിയുന്നുള്ളൂ. ബ്രഹ്മവിദ്യയെ സാക്ഷാത്കരിക്കുക എന്നത് എത്രത്തോളം ദുർലഭമായ കാര്യമാണെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ജാംബവാന്റെ വാക്കുകളിലൂടെ തന്റെ വിസ്മൃതമായ പൗരുഷം തിരിച്ചറിഞ്ഞ ആഞ്ജനേയൻ മഹേന്ദ്രപർവ്വതത്തിന് മുകളിൽ കയറി സമുദ്രം ചാടിക്കടക്കാൻ തയ്യാറെടുക്കുന്നു. ഈ സമുദ്രം എന്താണ്? സംസരതി ഇതി സംസാര, നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നത്. വ്യാമോഹമാകുന്ന അപാര കൊണ്ടും രാഗാദിവികാരങ്ങളാകുന്ന ജലജന്തുക്കൾ കൊണ്ടും അർത്ഥധാരാദികളാകുന്ന ചുഴികൾ കൊണ്ടും അത്യന്തം ഭയാനകമായ സംസാരമഹാസമുദ്രമാണിത്. ഇതിനെ ലംഘിക്കാൻ കേവലം മനുഷ്യപ്രയത്നം മാത്രം പോരാ, ഈശ്വരാനുഗ്രഹവും അചഞ്ചലമായ ഈശ്വരാശ്രയവും വേണം. അതുകൊണ്ടാണ് ഭഗവാൻ തന്റെ നാമാങ്കിതമായ അങ്കുലീയം, മോതിരം ഹനുമാന് നൽകിയത്. മോതിരം അണിയുന്നത് വിരലിലാണ്. വിരലുകളുള്ള കൈ കർമ്മേന്ദ്രിയമാണ്. കർമ്മേന്ദ്രിയങ്ങളെ ഈശ്വരനാമത്താൽ അലങ്കരിക്കുക എന്നതിനർത്ഥം ജീവന്റെ സകല കർത്തൃത്വവും ഭോക്തൃത്വവും ഈശ്വരനിൽ പൂർണ്ണമായി അർപ്പിക്കുക എന്നതാണ്. നാവിലെന്നും രാമനാമവും ഹൃദയത്തിൽ രാമസ്വരൂപവും കർമ്മങ്ങളിൽ ഈശ്വരാർപ്പണ ബുദ്ധിയുമുള്ള അത്യന്തം തീവ്രമുമുഷുവായ ഒരു സാധകന് ഈ സംസാരസമുദ്രം ഒരു ഗോവത്സത്തിന്റെ കാൽപ്പാടുപോലെ നിഷ്പ്രയാസം ലംഘിക്കാനാകും. ഈ സമുദ്രലംഘനത്തിനിടയിൽ ഹനുമാൻ നേരിടുന്ന 3 വലിയ പ്രതിബന്ധങ്ങളുണ്ട്: മൈനാകം, സുരസ, ഛായാഗ്രാഹിണി. ഇവ 3ഉം ഒരു സാധകന്റെ ആത്മീയയാത്രയിൽ ഉണ്ടാകുന്ന അതിസൂക്ഷ്മമായ തടസ്സങ്ങളാണ്. സമുദ്രത്തിൽ നിന്നും ഉയർന്നുവന്ന് വിശ്രമിക്കാനും ആഹാരം കഴിക്കാനും ഹനുമാനെ ക്ഷണിക്കുന്ന മൈനാകപർവ്വതം വാസ്തവത്തിൽ എന്താണ്? ലൗകികമായ സുഖസൗകര്യങ്ങളോടുള്ള ആസക്തിയാണത്. തപസ്സിലും സാധനയിലുമിരിക്കുന്ന ഒരുവന് ലോകം പലവിധ സുഖങ്ങൾ നൽകി പ്രലോഭിപ്പിച്ചേക്കാം. എന്നാൽ ആത്മസാക്ഷാത്കാരം എന്ന പരമമായ ലക്ഷ്യം നേടുന്നതിന് മുൻപ് ഈ ലൗകികമായ ആഹാരനിദ്രാദികളിലും വിശ്രമത്തിലും അഭിരമിക്കുന്നത് സാധകന്റെ പതനത്തിന് കാരണമാകും. അതുകൊണ്ട് ഹനുമാൻ മൈനാകത്തെ ബഹുമാനപുരസ്സരം സ്പർശിച്ചിട്ട് അവിടെ നിൽക്കാതെ തന്റെ ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്നു. രണ്ടാമതായി വരുന്നത് നാഗമാതാവായ സുരസയാണ്. സുരസ എന്നത് മായയുടെ വിക്ഷേപശക്തിയാണ്, പ്രൊജക്റ്റിംഗ് പവർ ഓഫ് മായ. ബാഹ്യമായ വിഷയങ്ങളിൽ നിന്നും ഒരു സാധകൻ നിവൃത്തനായാലും അവന്റെ മനസ്സിൽ ആസക്തികളോ വിക്ഷേപങ്ങളോ ഭയമോ ഉണ്ടാകാം. സുരസ വായു പിളർക്കുന്തോറും ഹനുമാൻ സ്വന്തം ശരീരത്തിന്റെ വലിപ്പം വർദ്ധിപ്പിക്കുകയും പിന്നീട് പെട്ടെന്ന് സൂക്ഷ്മരൂപം ധരിച്ച് അവളുടെ വായിൽ കയറി പുറത്തുവരികയും ചെയ്യുന്നു. ഇത് യോഗശാസ്ത്രത്തിലെ പ്രാണായാമത്തിന്റെയും പ്രത്യാഹാരത്തിന്റെയും തത്വമാണ്. പ്രതിബന്ധങ്ങൾ എത്ര വലുതായാലും അതിലും സൂക്ഷ്മമായ ആന്തരിക നിവൃത്തികൊണ്ടും വിവേകം കൊണ്ടും അവയെ മറികടക്കണം എന്ന് ഇതിലൂടെ ഗ്രന്ഥകർത്താവ് വ്യക്തമാക്കുന്നു. 3ാമത്തെ തടസ്സം ഛായാഗ്രാഹിണിയായ സിംഹികയാണ്. മുകളിൽ കൂടി പറക്കുന്നവന്റെ നിഴൽ ഛായ സമുദ്രത്തിൽ പതിയുന്നത് കണ്ട് ആ നിഴലിലൂടെ വലിച്ചെടുത്ത് വിഴുങ്ങുന്ന ഭീകരസത്വമാണിത്. ഇത് മായയുടെ ആവരണശക്തിയാണ്, വെയിലിംഗ് പവർ. അല്ലെങ്കിൽ ജീവനിൽ ഉറഞ്ഞുകിടക്കുന്ന പൂർവ്വവാസനകൾ. ഒരു സാധകൻ ബാഹ്യമായും ആന്തരമായും എത്രത്തോളം നിവൃത്തനായാലും താൻ ഉപേക്ഷിച്ചുപോന്ന ഗൃഹകുടുംബ ധനധാന്യാദികളെക്കുറിച്ചുള്ള വിദൂരമായ ഒരു ഓർമ്മ മാത്രം മതി ആ ആസക്തി അവനെ കീഴോട്ട് പിടിച്ചുവലിക്കാൻ. ആ പൂർവസ്മരണകളെ, വാസനകളെ കാൽക്കൊണ്ടമർത്തി നശിപ്പിച്ചാൽ മാത്രമേ സാധകന് സംസാരത്തിന്റെ മറുകരയെത്താൻ സാധിക്കൂ. ഹനുമാൻ ഛായാഗ്രാഹിണിയെ വധിക്കുന്നത് ഈ വാസനാക്ഷയത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ തടസ്സങ്ങളെയെല്ലാം അതിജീവിച്ച്
സംസാരസമുദ്രത്തിന്റെ മറുകരയിലുള്ള സുബേല പർവ്വതത്തിൽ ഹനുമാൻ കാലുകുത്തുന്നു. അവിടെ നിന്നാണ് അദ്ദേഹം രാവണന്റെ രാജധാനിയായ ലങ്കയെ നോക്കിക്കാണുന്നത്. ഇവിടെ ഈ മഹാകാവ്യത്തിന്റെ ഏറ്റവും ഗഹനമായ സാംഖ്യവേദാന്ത ദർശനം നാം തിരിച്ചറിയേണ്ടതുണ്ട്. എന്താണ് ലങ്ക? വ്യാകരണപ്രകാരം ലങ്കത്തെ ഇതി ലങ്ക, അതായത് എപ്പോഴും സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നത്, ഇളകിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ എപ്പോഴും സ്പന്ദിക്കുന്ന തത്വം ഏതാണ്? അത് ചിത്തമാണ് അഥവാ അന്തഃകരണമാണ്. സകല ഗുണങ്ങളും ആഗ്രഹങ്ങളും നിലനിൽക്കുന്നതും സദാ ചഞ്ചലമായിരിക്കുന്നതുമായ നമ്മുടെ ചിത്തം തന്നെയാണ് ലങ്ക. ആ ചിത്തമാകുന്ന ലങ്കയിലാണ് ഗുണങ്ങളുടെ അധിപന്മാരായ രാവണ, കുംഭകർണ, വിഭീഷണന്മാർ വസിക്കുന്നത്. രജോഗുണത്തിന്റെ പ്രതീകമാണ് രാവണൻ. 10 ഇന്ദ്രിയദ്വാരങ്ങളിലൂടെയും എപ്പോഴും ബാഹ്യവിഷയങ്ങളിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന രാഗിയായ ജീവന്റെ പ്രപഞ്ചവൃത്തിയാണ് രാവണത്വം. സദാ പുറത്തേക്ക് വ്യാപരിക്കുന്ന 10 ഇന്ദ്രിയങ്ങളാണ് ആ 10 ശിരസ്സുകൾ. ആ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്ന അനുകൂല പ്രതികൂലങ്ങളായ, അതായത് രാഗദ്വേഷങ്ങളായ 20 വികാരങ്ങളാണ് രാവണന്റെ 20 കൈകൾ. ആ രാവണന്റെ അനുജനായ കുംഭകർണൻ കേവലം ആഹാരനിദ്രകളിൽ മാത്രം മുഴുകിക്കഴിയുന്ന അജ്ഞാനമാകുന്ന തമോഗുണം ആണ്. മറ്റൊരു അനുജനായ വിഭീഷണനാകട്ടെ സത്യം, അഹിംസ, ബ്രഹ്മചര്യം, ശമം, ദമം തുടങ്ങിയ ഉത്തമഗുണങ്ങൾ നിറഞ്ഞ സത്വഗുണവുമാണ്. ഈ ഗുണങ്ങളുടെ വികാസത്തിൽ നിന്നും പൊന്തിവരുന്ന ആയിരക്കണക്കിന് വൃത്തികളും വികാരങ്ങളുമാണ് ലങ്കയിലെ കാവൽക്കാരായ രാക്ഷസന്മാരും രാക്ഷസികളും. അവിടെയാണ്, ആ രജോഗുണത്തിന്റെ പിടിയിലാണ് ബ്രഹ്മവിദ്യയാകുന്ന സീത മറക്കപ്പെട്ടിരിക്കുന്നത്. തന്റെ അന്തഃകരണത്തിൽ തന്നെയാണ് ജീവൻ ബ്രഹ്മവിദ്യയെ അന്വേഷിക്കേണ്ടത്. ബാഹ്യലോകത്തിൽ നിന്നും പ്രജ്ഞ ഉള്ളിലേക്ക് വലിയുന്ന പ്രക്രിയയാണ് അർദ്ധരാത്രിയിലെ ലങ്കാപ്രവേശം. അവിടെ കാവൽ നിൽക്കുന്ന ലങ്കാലക്ഷ്മി ആ ചിത്തത്തിലെ പ്രതിബന്ധമാണ്. ഹനുമാൻ അവളെ ഒരു പ്രഹരം കൊടുത്തു മാറ്റുന്നു. തുടർന്ന് അനേകം സങ്കല്പങ്ങളെക്കൊണ്ടും നാമരൂപങ്ങളെക്കൊണ്ടും കലങ്ങിമറിഞ്ഞ ആവിലമായ അന്തഃകരണത്തിൽ ഹനുമാൻ സത്യമേതെന്നറിയാതെ അലയുന്നുണ്ട്. രാവണന്റെ അന്തഃപുരത്തിൽ അനേകം സുന്ദരികളെ കണ്ടിട്ടും അതൊന്നും സീതയല്ല എന്ന് ഹനുമാൻ തിരിച്ചറിയുന്നു. അതായത് ചിത്തത്തിലെ അനേകം സങ്കല്പങ്ങളെയും മിഥ്യകളെയും പരിശോധിച്ച് നേതി ഇതല്ല എന്ന ഉപനിഷത്ത് വാക്യപ്രകാരം അവയെ തള്ളിക്കളയുന്ന ആത്മവിചാരത്തിന്റെ ഘട്ടമാണിത്. ഒടുവിൽ വായുദേവന്റെ അനുഗ്രഹത്താലാണ് ഹനുമാൻ സീതയെ അശോകവനത്തിൽ കണ്ടെത്തുന്നത്. ഇവിടെ വായു എന്നത് പ്രാണൻ ആണ്. മനസ്സാകുന്ന കരണങ്ങൾ വൃത്തിരോധത്താൽ അടങ്ങുകയും പ്രാണൻ നിശ്ചലമായിത്തീരുകയും ചെയ്യുമ്പോൾ അവശേഷിക്കുന്ന നിരുപാധികവും പരമസത്യവുമായ ജ്ഞാനം തന്നെയാണ് അശോകവനത്തിലെ ശിംശപാവൃക്ഷച്ചുവട്ടിലിരിക്കുന്ന ബ്രഹ്മവിദ്യയാകുന്ന സീതാദേവി. അവിടെ ശോകമില്ല, അതുകൊണ്ടാണ് അത് അശോകവനമാകുന്നത്. ഹനുമാൻ സീതാദേവിക്ക് രാമന്റെ അങ്കുലിയം, മോതിരം നൽകുകയും പകരമായി ദേവി ചൂടാമണി, ചൂടാരത്നം നൽകുകയും ചെയ്യുന്നുണ്ട്. ഇതിലെ പ്രതീകാത്മകത അതിഗംഭീരമാണ്. മോതിരം വിരലിലണിയുന്നതാണ്. വിരലുകളുള്ള കൈ കർമ്മത്തിന്റെ പ്രതീകമാണ്. ജീവൻ തന്റെ സകല കർമ്മങ്ങളെയും ഈശ്വരാർപ്പിതമായി ബ്രഹ്മവിദ്യയ്ക്ക് സമർപ്പിക്കുമ്പോൾ ബ്രഹ്മവിദ്യ തിരികെ നൽകുന്നത് ശിരസ്സിലണിയുന്ന ചൂടാരത്നമാണ്. ശിരസ് അഥവാ സഹസ്രാരം ജ്ഞാനത്തിന്റെ പ്രതീകമാണ്. അതായത് കർമ്മത്തെ പൂർണ്ണമായി ഈശ്വരന് സമർപ്പിക്കുന്ന സാധകന് പരമമായ ജ്ഞാനരത്നം ലഭിക്കുന്നു എന്ന ഉപനിഷത്ത് ദർശനമാണ് ഈ കൈമാറ്റത്തിലൂടെ വെളിപ്പെടുന്നത്. സീതാദർശനമെന്ന ആത്മസാക്ഷാത്കാരം ഒരു നിമിഷനേരമെങ്കിലും സാധകനുണ്ടായിത്തീരുമ്പോൾ ആ ചിത്തത്തിൽ അവശേഷിക്കുന്ന പൂർവവാസനകളും രജോ തമോ ഗുണങ്ങളും അവനെ പല പ്രകാരത്തിൽ അസ്വസ്ഥനാക്കും. അതാണ് ഹനുമാനെ ആക്രമിക്കാൻ വരുന്ന അക്ഷയകുമാരനും ഇന്ദ്രജിത്തും മറ്റ് രാക്ഷസപ്പടയും. ആത്മബോധത്താൽ ജ്വലിക്കുന്ന ജ്ഞാനാഗ്നികൊണ്ട് ഒരു സാധകൻ തന്റെ ചഞ്ചലമായ ചിത്തത്തെ, ആവാസനകളെ പൂർണ്ണമായും ചുട്ടിരിക്കണം. അത് തന്നെയാണ് ആഞ്ജനേയൻ തന്റെ വാലിൽ കെട്ടിയ അഗ്നികൊണ്ട് ലങ്കയാകുന്ന ചിത്തത്തെ മുഴുവൻ ദഹിപ്പിച്ചുകൊണ്ട് പ്രതീകാത്മകമായി നിർവഹിക്കുന്നത്. പൂർവവാസനകളും അഹങ്കാരവും വെണ്ണീറാകുമ്പോൾ മാത്രമാണ് ജീവൻ പൂർണ്ണമുക്തനാകുന്നത്. ബ്രഹ്മവിദ്യയെ പൂർണ്ണമായി സാക്ഷാത്കരിച്ചതിന്റെ അനന്തമായ ആനന്ദത്തിൽ
ആകാശമണ്ഡലം മുഴുവൻ മുഴങ്ങുന്ന അട്ടഹാസത്തോടെ മറുകരയിലേക്ക് കുതിക്കുന്ന ആഞ്ജനേയനും അത്ഭുതകരമായ ആ സത്യാനുഭൂതിയുമായി ശ്രീരാമസന്നിധിയിലേക്ക് മടങ്ങിയെത്തുന്ന വാനരസംഘവും വേദാന്തശാസ്ത്രത്തിലെ ഏറ്റവും മനോഹരമായ മുഹൂർത്തങ്ങളെയാണ് വരച്ചുകാട്ടുന്നത്. ഹനുമാന്റെ സീതാദർശനമെന്ന ആത്മസാക്ഷാത്കാരത്തിന്റെ ആദ്യ മിന്നലാട്ടത്തിന് ശേഷം സാധകനായ ജീവൻ ഇനി നേരിടേണ്ടി വരുന്നത് അതിഭയങ്കരവും അന്തിമവുമായ ഒരു ആന്തരിക യുദ്ധത്തെയാണ്. ഇതാണ് അധ്യാത്മരാമായണത്തിലെ യുദ്ധകാണ്ഡം. ലങ്കയിൽ സീതയുണ്ടെന്നറിഞ്ഞതുകൊണ്ട് മാത്രം ആത്മീയയാത്ര പൂർണ്ണമാകുന്നില്ല. അതായത് ബ്രഹ്മവിദ്യ എന്റെ ഉള്ളിൽ തന്നെയുണ്ടെന്ന പരോക്ഷമായ അറിവ് ലഭിച്ചതുകൊണ്ട് മാത്രം ഒരു സാധകന് മുക്തനാകാൻ കഴിയില്ല. 100 യോജന വിസ്താരമുള്ള അത്യന്തം ഭയാനകമായ സംസാരമഹാസമുദ്രം കടന്ന് അവിദ്യയുടെ കോട്ടയ്ക്കുള്ളിൽ കടന്ന് രാവണാദികളാകുന്ന ദുർഗുണങ്ങളെ നിശേഷം നശിപ്പിച്ചാൽ മാത്രമേ ആ ബ്രഹ്മവിദ്യയെ, സീതയെ ജീവന് സ്വന്തമാക്കാൻ കഴിയൂ. ഈ യാഥാർത്ഥ്യം മുന്നിൽ കണ്ട് പലപ്പോഴും സാധകൻ നിരാശനാകാറുണ്ട്. എന്നാൽ ഹനുമാനെപ്പോലെയുള്ള ഉത്തമ ഗുരുക്കന്മാരുടെയും സുഗ്രീവനാകുന്ന വിവേകത്തിന്റെയും നിരന്തരമായ പ്രോത്സാഹനം സാധകനിൽ വീണ്ടും ആത്മവിശ്വാസം ഉണർത്തുന്നു. ലങ്കയിലെ സൈന്യത്തിന്റെ ഒരു വലിയ ഭാഗത്തെ ഒറ്റയ്ക്ക് നശിപ്പിക്കാൻ ഹനുമാന് കഴിഞ്ഞുവെങ്കിൽ സർവ്വ വേദാന്തവാക്യങ്ങളുടെയും സമാഹാരമായ ഈ വാനരപ്പട മുഴുവൻ ഒന്നിച്ചാൽ സംസാരത്തെ വേരോടെ പിഴുതെറിയാൻ കഴിയുമെന്ന ദൃഢനിശ്ചയത്തോടെ അവർ യുദ്ധത്തിനായി ലങ്കയിലേക്ക് പുറപ്പെടുന്നു. ഈ യുദ്ധകാണ്ഡത്തിന്റെ ദാർശനികമായ കാതൽ നാം വളരെ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും വർണ്ണിക്കപ്പെടുന്ന യുദ്ധങ്ങൾ കേവലം ചരിത്രപരമായ സംഘട്ടനങ്ങളല്ല, മറിച്ച് വേദോപനിഷത്തുകളുടെ താൽപര്യമായ മായാവിജയവും ആത്മബോധവും സാധ്യമാകുന്ന മനുഷ്യചിത്തത്തിലെ ആന്തരികമായ യുദ്ധങ്ങളാണ്. ഗ്രന്ഥകർത്താവ് ഇതിനെ അസന്ദിഗ്ധമായി സമർത്ഥിക്കുന്നുണ്ട്. ഈ തത്വത്തെ സംസ്കൃത വ്യാകരണത്തിന്റെയും നിരുക്തത്തിന്റെയും വെളിച്ചത്തിൽ നമുക്കൊന്ന് അപഗ്രഥിക്കാം. നാം മുൻപ് കണ്ടതുപോലെ സദാ സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചഞ്ചലമായ ചിത്തം തന്നെയാണ് ലങ്ക. ആ ലങ്കയിലെ അധിപതികളായ രാവണൻ, കുംഭകർണൻ, വിഭീഷണൻ എന്നിവർ സാങ്ഖ്യദർശനപ്രകാരമുള്ള ത്രിഗുണങ്ങളാണ്. വ്യാകരണപ്രകാരം രാവയതി ഇതി രാവണ, ജീവനെക്കൊണ്ട് എപ്പോഴും കരയിപ്പിക്കുന്നവൻ, ലൗകിക ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പായിക്കുന്നവൻ അഥവാ രജോഗുണത്തിന്റെ മൂർത്തരൂപമാണ് രാവണൻ. കുംഭവത് കർണൗ യസ്യ സഹ് എന്ന് കുംഭകർണൻ, കുടുംബോലുള്ള ചെവികളുള്ളവൻ അഥവാ സദ ആഹാരത്തിലും നിദ്രയിലും മാത്രം മുഴുകിക്കഴിയുന്ന തമോഗുണമാണത്. ഇവർ 2 പേരും നശിക്കേണ്ടവരാണ്. എന്നാൽ വിഭീഷണൻ ആരാണ്? വിശേഷേണ ഭീഷണ ഹിതി വിഭീഷണ, അധർമ്മികൾക്ക് പ്രത്യേകമായി ഭയം ജനിപ്പിക്കുന്നവൻ. അത് സത്വഗുണമാണ്. അധ്യാത്മസാധനയിൽ സത്വഗുണത്തെ നശിപ്പിക്കേണ്ടതില്ല, മറിച്ച് പ്രാരബ്ധം അവസാനിക്കുന്നതുവരെ സത്വഗുണത്തെ നിലനിർത്തുകയും അതിനെ രാജാവാക്കി വാഴിക്കുകയും വേണം. ലങ്കയിലെ മറ്റ് രാക്ഷസന്മാരും രാക്ഷസികളും ഈ ഗുണങ്ങളിൽ നിന്നും ഉദ്ഭവിക്കുന്ന കാമക്രോധ ലോഭമോഹാദികളായ വികാരങ്ങളും വൃത്തികളുമാണ്. ഇവയോട് പൊരുതാൻ ശ്രീരാമനാകുന്ന സാധകന് കൂട്ടായെത്തുന്നത് മർക്കടന്മാരായ വാനരപ്പടയാണ്. ഇവിടെയാണ് ഏറ്റവും ഗഹനമായ ദാർശനിക രഹസ്യം ഒളിഞ്ഞുകിടക്കുന്നത്. എന്തുകൊണ്ടാണ് സാധകന്റെ സൈന്യത്തെ വാനരന്മാരായി ചിത്രീകരിച്ചിരിക്കുന്നത്? ഉപനിഷത്തുക്കളിലെയും വേദങ്ങളിലെയും ശ്രുതിവാക്യങ്ങളെയാണ് ഇവിടെ വാനരന്മാരായി ഉപന്യസിച്ചിരിക്കുന്നത്. നിരുക്തപ്രകാരം വനേ രമന്തേ ഇതി വാനര, കാട്ടിൽ രമിക്കുന്നവർ, അല്ലെങ്കിൽ ഒരു കൊമ്പിൽ നിന്നും മറ്റൊന്നിലേക്ക് ചാടുന്ന ചഞ്ചല പ്രകൃതികൾ. സാധാരണക്കാരനായ ഒരുവന് വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ അവ പരസ്പരവിരുദ്ധവും ചഞ്ചലവുമാണെന്ന് തോന്നും. ഒരു ശ്രുതിവാക്യം സ്വർഗകാമോ യജേത, സ്വർഗം ആഗ്രഹിക്കുന്നവൻ യാഗം ചെയ്യണം എന്ന് പറയുമ്പോൾ മറ്റൊരു വാക്യം ന കർമ്മണ ന പ്രജയാ ധനേന ത്യാഗേനൈകെ അമൃതത്വമാനശു, കർമ്മം കൊണ്ടോ ധനം കൊണ്ടോ അല്ല, ത്യാഗം കൊണ്ട് മാത്രമേ അമൃതത്വം ലഭിക്കൂ എന്ന് പറയുന്നു. ഈ ഉപരിപ്ലവമായ വൈരുദ്ധ്യങ്ങളെയാണ് മർക്കടന്മാരുടെ ചഞ്ചലപ്രകൃതിയായി ചിത്രീകരിച്ചിരിക്കുന്നത്. എന്നാൽ സുഗ്രീവനാകുന്ന വിവേകത്തിന്റെയും ശ്രീരാമനാകുന്ന പരമചൈതന്യത്തിന്റെയും നേതൃത്വത്തിൽ ഈ ശ്രുതിവാക്യങ്ങൾ ഒരുമിക്കുമ്പോൾ അവയ്ക്ക് യാതൊരു വൈരുദ്ധ്യവുമില്ലാതാവുകയും
ആ വേദവാക്യങ്ങളുടെ സഹായത്തോടെ ജീവന് അജ്ഞാതമാകുന്ന രാക്ഷസപ്പടയെ ഒന്നൊന്നായി നിഗ്രഹിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇതാണ് രാമരാവണ യുദ്ധത്തിന്റെ യഥാർത്ഥ വേദാന്ത സ്വരൂപം. ബാഹ്യപ്രപഞ്ചമാകുന്ന സമുദ്രത്തിന് കുറുകെ തീവ്രവൈരാഗ്യമാകുന്ന സേതു പാലം ബന്ധിച്ചാണ് ജീവൻ തന്റെ ചിത്തമാകുന്ന ലങ്കയിലേക്ക് പ്രവേശിച്ച് ഈ യുദ്ധം ആരംഭിക്കുന്നത്. യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് രാവണന്റെ സഭയിൽ നിന്നും സത്വഗുണമായ വിഭീഷണൻ രാമന്റെ പക്ഷത്തേക്ക് വരുന്നുണ്ട്. ഇവിടെ രജോഗുണവും രാവണൻ തമോഗുണവും കുംഭകർണൻ ഒത്തുചേർന്ന് സത്വഗുണത്തെ പൂർണ്ണമായും പുറന്തള്ളുന്നു. സംസാരത്തിൽ മുഴുകിയ ഒരാൾക്ക് സത്വഗുണത്തിന്റെ സാന്നിധ്യം പോലും അസഹ്യമായിത്തീരും എന്നതാണിതിന്റെ തത്വം. ആ സത്വഗുണം ഈശ്വരനെ രാമനെ ശരണം പ്രാപിക്കുമ്പോൾ ഭഗവാൻ പൂർണ്ണമായി അഭയം നൽകുകയും ചെയ്യുന്നു. യുദ്ധം പുരോഗമിക്കുമ്പോൾ രാവണപുത്രനായ ഇന്ദ്രജിത്തുമായുള്ള ലക്ഷ്മണന്റെ പോരാട്ടം അത്യന്തം ശ്രദ്ധേയമാണ്. ഇന്ദ്രം ജിതവാൻ ഇതി ഇന്ദ്രജിത്ത്, ഇന്ദ്രനെ ജയിച്ചവൻ. ലൗകികമായ അർത്ഥത്തിൽ അത് ദേവേന്ദ്രനെ ജയിച്ചവൻ എന്നാണെങ്കിലും ദാർശനികമായി ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ എന്നാണ്. എന്നാൽ ഇന്ദ്രിയങ്ങളെ ജയിച്ചിട്ടും അഹങ്കാരം ബാക്കി നിൽക്കുന്ന യോഗിയുടെ ദുർഗുണമാണത്. 12 കൊല്ലം ആഹാരനിദ്രാദികളില്ലാതെ ബ്രഹ്മചര്യം അനുഷ്ഠിച്ച ഒരുവന് മാത്രമേ ഇന്ദ്രജിത്തിനെ കൊല്ലാൻ കഴിയൂ എന്ന വരമുണ്ട്. എന്തുകൊണ്ടാണത്? കഠിനമായ തപസ്സും നിഷ്കാമകർമ്മവും സർവസംപരിത്യാഗവുമുള്ള ഒരാൾക്ക് മാത്രമേ ഇന്ദ്രിയജയത്തിൽ നിന്നുണ്ടാകുന്ന ഈ സൂക്ഷ്മമായ അഹങ്കാരത്തെ നശിപ്പിക്കാൻ കഴിയുകയുള്ളൂ. കാട്ടിലെത്തിയതു മുതൽ ഉറക്കവും ആഹാരവും ഉപേക്ഷിച്ച ലക്ഷ്മണൻ ആ നിഷ്കാമ തപസ്സിന്റെ പൂർണ്ണരൂപമായതിനാലാണ് ഇന്ദ്രജിത്തിനെ വധിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത്. ഈ യുദ്ധത്തിനിടയിൽ പലതവണ വാനരന്മാരും ലക്ഷ്മണനും രാക്ഷസരുടെ അസ്ത്രങ്ങളേറ്റ് മോഹാലസ്യപ്പെട്ട് വീഴുന്നുണ്ട്. ഇന്ദ്രജിത്തിന്റെ ബ്രഹ്മാസ്ത്രം കൊണ്ടും രാവണന്റെ ശക്തിയായുധം കൊണ്ടുമാണ് ഇത് സംഭവിക്കുന്നത്. ഒരു സാധകന്റെ അധ്യാത്മയാത്രയിൽ എത്ര വലിയ ജ്ഞാനിയായാലും അവനെ അലട്ടുന്ന മായയുടെ വിക്ഷേപങ്ങളും അലസതയും ലയ അഥവാ മൂർച്ഛ ആണ് ഈ മോഹാലസ്യം. അപ്പോഴെല്ലാം സഞ്ജീവനി ഉൾപ്പെടെയുള്ള ദിവ്യൌഷധങ്ങളുമായി വന്ന് അവരെ ഉണർത്തുന്നത് ഹനുമാനാകുന്ന സാക്ഷാൽ പ്രാണനാണ്, അല്ലെങ്കിൽ ഗുരുവിന്റെ അനുഗ്രഹമാണ്. ഇതിൽ ഹനുമാൻ ഹിമാലയത്തിലേക്ക് പോകുന്ന വഴിയിലുള്ള കാലനേമിയുടെ കഥ വേദാന്തത്തിലെ ഏറ്റവും വലിയൊരു മുന്നറിയിപ്പാണ്. കാലസ്യ നേമി ഇതി കാലനേമി, കാലത്തിന്റെ അഥവാ സംസാരചക്രത്തിന്റെ വക്കിൽ നിൽക്കുന്നവൻ. രാവണനാൽ പ്രേരിതനായി ഒരു കപട യോഗീശ്വരന്റെ വേഷം ധരിച്ചാണ് കാലനേമി തന്റെ ആശ്രമത്തിൽ ഹനുമാനെ സ്വീകരിക്കുന്നത്. ആത്മീയതയുടെ പാതയിൽ സഞ്ചരിക്കുന്ന ഒരു സാധകനെ വഴിതെറ്റിക്കാൻ ഈ സംസാരമായ രാവണൻ പലപ്പോഴും വ്യാജഗുരുക്കന്മാരുടെയും കപട ആത്മീയതയുടെയും കാലനേമി രൂപത്തിൽ പ്രലോഭനങ്ങളുമായി വരും. വിശ്രമിക്കാൻ പറഞ്ഞും എളുപ്പവഴിയായ മന്ത്രോപദേശം വാഗ്ദാനം ചെയ്തും സാധകന്റെ ലക്ഷ്യം തെറ്റിക്കുകയാണ് ഇവരുടെ ഉദ്ദേശ്യം. എന്നാൽ ശാപമോക്ഷം കിട്ടിയ വിദ്യാധരനിലൂടെ സത്യാവസ്ഥ മനസ്സിലാക്കുന്ന ഹനുമാൻ ആ കപടഗുരുവായ കാലനേമിയെ തന്റെ മുഷ്ടിപ്രഹരം കൊണ്ട് വധിക്കുന്നു. ആത്മീയതയിലെ കാപട്യങ്ങളെ വിവേകം കൊണ്ട് തിരിച്ചറിഞ്ഞ് നിർദ്ദയം നശിപ്പിക്കണം എന്നതാണ് ഇതിലെ സുപ്രധാന പാഠം. തുടർന്ന് രാവണൻ നടത്തുന്ന ആഭിചാര ഹോമം, നീക്കുംബിലയാഗം വാനരന്മാർ തല്ലിത്തകർക്കുന്നുണ്ട്. തന്റെ അന്ത്യം അടുത്തുവെന്നറിയുമ്പോൾ രജോഗുണം തന്റെ സകല ശക്തിയുമെടുത്ത് നടത്തുന്ന അവസാനത്തെ വ്യർത്ഥശ്രമമാണത്. ഒടുവിൽ തന്റെ സകല സൈന്യങ്ങളും കുംഭകർണനും ഇന്ദ്രജിത്തും മരിച്ചുവീണ ശേഷം നിരാശനും ഏകാകിയുമായ രാവണൻ നേരിട്ട് രാമനുമായി ഏറ്റുമുട്ടുന്നു. ശ്രീരാമനും രാവണനുമായുള്ള ഈ അന്തിമയുദ്ധം ധർമ്മവും അധർമ്മവും തമ്മിലുള്ള പോരാട്ടമാണ്. അഗസ്ത്യ മഹർഷി ഉപദേശിച്ച ആദിത്യഹൃദയം എന്ന പരമമായ മന്ത്രം ജപിച്ച്, അതായത് പരമമായ ജ്ഞാനപ്രകാശത്തെ ഹൃദയത്തിൽ ആവാഹിച്ച് ഇന്ദ്രൻ നൽകിയ രഥത്തിലേറി വിഭീഷണൻ പറഞ്ഞുകൊടുത്ത മർമ്മസ്ഥാനത്തേക്ക്, അഹങ്കാരത്തിന്റെ ഉത്ഭവസ്ഥാനത്തേക്ക് ഭഗവാൻ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുന്നു. നെഞ്ചു പിളർന്ന് രാവണൻ മരിച്ചു വീഴുന്നതോടെ രജോഗുണം പൂർണ്ണമായും നശിക്കുകയും അജ്ഞാനത്തിന്റെ കോട്ടയായ ലങ്കയിലെ യുദ്ധം അവസാനിക്കുകയും ചെയ്യുന്നു. തുടർന്ന് വിഭീഷണനെ ലങ്കയിൽ രാജാവാക്കി വാഴിക്കുന്നു. ശേഷം സീതാദേവിയെ അഗ്നിശുദ്ധി വരുത്തുന്നു. ബ്രഹ്മവിദ്യയാകുന്ന സീത സംസാരമാകുന്ന ലങ്കയിൽ
രജോഗുണത്തിന്റെ പിടിയിൽ ഇത്രകാലം കഴിഞ്ഞുവെങ്കിലും അതിന് യാതൊരു മാലിന്യവും ഏറ്റിട്ടില്ല എന്ന് ലോകത്തിന് കരണങ്ങൾക്ക് ബോധ്യപ്പെടുത്തിക്കൊടുക്കുന്ന പ്രക്രിയയാണ് ഈ അഗ്നിപരീക്ഷ. തപസ്സുകൊണ്ടും ജ്ഞാനാഗ്നി കൊണ്ടും ശുദ്ധീകരിക്കപ്പെട്ട ബ്രഹ്മവിദ്യ പൂർണ്ണപ്രഭയോടെ പരമാത്മാവായ രാമനിൽ വീണ്ടും ലയിക്കുന്നു. വനവാസത്തിന്റെ 14 വർഷങ്ങൾ പൂർത്തിയാകുന്ന ആ അവസാന ദിവസങ്ങളിൽ അവർ കുബേരനിൽ നിന്നും രാവണൻ തട്ടിയെടുത്ത പുഷ്പകവിമാനത്തിൽ കയറി അയോധ്യയിലേക്ക് മടങ്ങുന്നു. മടക്കയാത്രയിൽ ഭരദ്വാജ ആശ്രമത്തിൽ ഇറങ്ങുന്ന രാമൻ താൻ വരുന്ന വിവരം ഭരതനെ അറിയിക്കാൻ വീണ്ടും ഹനുമാനെ തന്നെയാണ് നിയോഗിക്കുന്നത്. താൻ എത്തിയില്ലെങ്കിൽ പിതൃവാക്യപരിപാലനം പോലെ തന്നെ ശ്രേഷ്ഠമായ ഭ്രാതൃസ്നേഹത്താൽ ഭരതൻ അഗ്നിപ്രവേശം ചെയ്യുമെന്ന് ഭഗവാന് വ്യക്തമായി അറിയാമായിരുന്നു. ഒടുവിൽ ശ്രീരാമചന്ദ്രൻ തന്റെ എല്ലാ പരിവാരങ്ങളോടും കൂടി പുഷ്പകവിമാനത്തിൽ അയോധ്യയിൽ വന്നിറങ്ങുന്നു. 14 വർഷത്തെ തീവ്രമായ അധ്യാത്മസാധനകൾക്കും സംസാരസമുദ്ര ലംഘനത്തിനും ആന്തരികമായ മഹാസംഗ്രാമത്തിനും ശേഷം ജീവൻ പൂർണ്ണമായ മുക്തിയിലേക്ക് അദ്വൈത സാക്ഷാത്കാരത്തിലേക്ക് മടങ്ങിയെത്തുന്ന മഹാമുഹൂർത്തമാണിത്. യോദ്ധം അശക്യ അയോധ്യ ഒരു ദ്വന്ദ്വങ്ങൾക്കും കാമക്രോധങ്ങൾക്കും അജ്ഞാനത്തിനും ഇനിമേൽ യുദ്ധം ചെയ്ത് പ്രവേശിക്കാൻ കഴിയാത്ത പരിപൂർണമായ ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഇടമാണ് അയോധ്യ. അവിടെ ശുഭമുഹൂർത്തത്തിൽ ദേവന്മാരുടെയും ഋഷികളുടെയും മനുഷ്യരുടെയും മധ്യത്തിൽ വെച്ച് ഭഗവാൻ പട്ടാഭിഷിക്തനാകുന്നു. ഈ പട്ടാഭിഷേകം ലൗകികമായ ഒരു രാജ്യാധികാരം ഏറ്റെടുക്കൽ മാത്രമല്ല, സകല പ്രതിബന്ധങ്ങളെയും മറികടന്ന് ബ്രഹ്മവിദ്യയെ തിരികെ പ്രാപിച്ച് ആത്മജ്ഞാന സാമ്രാജ്യത്തിൽ ജീവൻ പരിപൂർണമായി അധിഷ്ഠിതനാകുന്ന ജീവൻ മുക്തനാകുന്ന വേദാന്ത ദർശനത്തിന്റെ പരകോടിയാണിത്. ഇപ്രകാരം അത്യന്തം നിഗൂഢങ്ങളായ അധ്യാത്മതത്വങ്ങളെ ഒരു ഇതിഹാസകഥയുടെ ഗോളത്തിൽ സമർത്ഥമാംവണ്ണം ഒളിപ്പിച്ചുവെച്ചുകൊണ്ടാണ് വാൽമീകിയും അധ്യാത്മരാമായണകാരനും യുദ്ധകാണ്ഡത്തിന് പരിസമാപ്തി കുറിക്കുന്നത്. രാമായണ മഹാകാവ്യത്തിന്റെ, പ്രത്യേകിച്ച് അധ്യാത്മരാമായണത്തിന്റെ ദാർശനികപൂർണ്ണത കുടികൊള്ളുന്നത് അതിന്റെ അന്തിമഭാഗമായ ഉത്തരകാണ്ഡത്തിലാണ്. ശ്രീരാമപട്ടാഭിഷേകത്തിന് ശേഷം ഭഗവാന്റെ സ്വർഗാരോഹണം വരെ നീണ്ടുനിൽക്കുന്ന ഈ ഭാഗം പലപ്പോഴും കേവലമൊരു കഥാതുടർച്ചയായി മാത്രം കണ്ട് സാധാരണക്കാർ പാരായണത്തിൽ നിന്നും ഒഴിവാക്കാറുണ്ട്. എന്നാൽ വേദാന്തശാസ്ത്രത്തിന്റെയും ധർമ്മശാസ്ത്രത്തിന്റെയും ഏറ്റവും ഉജ്ജ്വലവും ഗഹനവുമായ പാഠങ്ങൾ അടങ്ങിയിരിക്കുന്നത് ഈ ഉത്തരകാണ്ഡത്തിലാണ്. മുമുക്ഷുവായ ഒരു സാധകൻ സംസാരസാഗരം കടന്ന് ആത്മജ്ഞാനം നേടിയതിനു ശേഷം പട്ടാഭിഷേകം എങ്ങനെ ആ പരമാത്മാവിൽ പൂർണ്ണമായി ലയിച്ചുചേരുന്നു, വിദേഹമുക്തി അഥവാ സ്വർഗാരോഹണം എന്നതിന്റെ അതിസൂക്ഷ്മമായ വിവരണമാണിത്. ഉത്തരകാണ്ഡത്തിന്റെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് കഴിഞ്ഞ കാണ്ഡങ്ങളിലൂടെ ഗ്രന്ഥകർത്താവ് വരച്ചുകാട്ടിയ ചില വ്യാവഹാരിക ധർമ്മങ്ങളെയും ബന്ധങ്ങളെയും നാം സംസ്കൃത വ്യാകരണത്തിന്റെയും നിരുക്തത്തിന്റെയും വെളിച്ചത്തിൽ അപഗ്രഥിക്കേണ്ടതുണ്ട്. ഈ മഹാകാവ്യം പ്രധാനമായും 3 സഹോദരബന്ധങ്ങളെയാണ്, ഭ്രാതൃത്വത്തെയാണ് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. രാമലക്ഷ്മണ ഭരതന്മാർ, ബാലി സുഗ്രീവന്മാർ, രാവണ വിഭീഷണന്മാർ. എന്താണ് യഥാർത്ഥത്തിൽ ഒരു സഹോദരൻ? സംസ്കൃത വ്യാകരണത്തിൽ ബിഎച്ച്ആർ എന്ന ധാതുവിൽ നിന്നാണ് ഭ്രാതാവ് എന്ന പദമുണ്ടാകുന്നത്. ബിഭർത്തി ഇതി ഭ്രാത, തന്നെ സർവാത്മന താങ്ങുന്നവൻ, പോറ്റുന്നവൻ, സംരക്ഷിക്കുന്നവനാണ് ഭ്രാതാവ്. ഈ വ്യാകരണ നിയമം അതിന്റെ പൂർണ്ണതയിൽ പ്രകാശിക്കുന്നത് രാമലക്ഷ്മണ ഭരതന്മാരിൽ മാത്രമാണ്. ജ്യേഷ്ഠനായ രാമന് കാട്ടിലേക്ക് പോകേണ്ടി വന്നപ്പോൾ സകല രാജഭോഗങ്ങളും പുല്ലുപോലെ ഉപേക്ഷിച്ച് കൂടെപ്പോയ ലക്ഷ്മണനും ജ്യേഷ്ഠന്റെ പാദുകങ്ങളെ സിംഹാസനത്തിൽ വെച്ച് തപസ്വിയായി നാടുഭരിച്ച ഭരതനും ഉദാത്തമായ സ്നേഹത്തിന്റെ പ്രതീകങ്ങളാണ്. എന്നാൽ മറ്റു 2 സഹോദരബന്ധങ്ങളെ നോക്കുക. ബാലി സുഗ്രീവന്മാരും രാവണ വിഭീഷണന്മാരും. സുഗ്രീവന്റെ വിവേകമില്ലായ്മയോട് പൊറുക്കാൻ ബാലി തയ്യാറായില്ല എന്ന് മാത്രമല്ല, സ്വന്തം അനുജന്റെ ഭാര്യയെ അപഹരിച്ച് അവനെ കൊല്ലാതെ കൊല്ലുകയായിരുന്നു. മറുവശത്ത് ജ്യേഷ്ഠനായ രാവണന്റെ അഭിപ്രായത്തോട് യോജിക്കാൻ കഴിയാതെ വന്നപ്പോൾ വിഭീഷണൻ ചെയ്തത് ശത്രുപക്ഷത്ത് ചേർന്ന് സ്വന്തം ജ്യേഷ്ഠന്റെ സർവ്വരഹസ്യങ്ങളും ചോർത്തിക്കൊടുത്ത് അവനെ കൊല്ലിക്കുക എന്നതാണ്.
സുഗ്രീവനും വിഭീഷണനും ശ്രീരാമനോട് കാണിച്ച ഭക്തിയുടെയും സേവനസന്നദ്ധതയുടെയും ഒരംശമെങ്കിലും സ്വന്തം ജ്യേഷ്ഠന്മാരോട് കാണിച്ചിരുന്നെങ്കിൽ ആ 2 വംശങ്ങളും നശിക്കില്ലായിരുന്നു. ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ എന്ത് ഭിന്നതയുണ്ടായാലും അത് പരസ്പരം ക്ഷമിച്ച് വിട്ടുവീഴ്ചകൾ ചെയ്യണം എന്ന പരമമായ ധർമ്മം ഇതിലൂടെ വ്യക്തമാകുന്നു. കർമ്മയോഗവും ഭോഗവും തമ്മിലുള്ള അന്തരവും ഈ ഗ്രന്ഥം സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. ഭഗവാന്റെ സഹായത്താൽ രാജ്യാധികാരം കിട്ടിയ സുഗ്രീവൻ താൻ നൽകിയ വാഗ്ദാനം മറന്ന് അന്തഃപുരത്തിൽ മദ്യപാനത്തിലും ഭോഗത്തിലും മുഴുകി. എന്നാൽ ജീവൻ മുക്തനായ ഹനുമാനാകട്ടെ രാമകാര്യം സാധിച്ച് സീതാദർശനം നടത്തിയിട്ടില്ലാതെ ഒരു തുള്ളി ജലം പോലും പാനം ചെയ്യില്ല എന്ന ഉറച്ച നിഷ്കാമ കർമ്മയോഗിയായി വർത്തിച്ചു. കൈകേയിയോടുള്ള ശ്രീരാമന്റെ മനോഭാവം ഉപനിഷത് ദർശനത്തിന്റെ പരകോടിയാണ്. രാജ്യം മുടക്കി തന്നെ കാട്ടിലയച്ചത് കൈകേയിയാണെന്ന് സകല ലോകവും ആക്ഷേപിച്ചപ്പോഴും ഭഗവാൻ ഒരു നിമിഷം പോലും ആ മാതാവിനെ കുറ്റപ്പെടുത്തിയില്ല. ജ്ഞാനിയായ ഒരു സാധകൻ പ്രപഞ്ചത്തിലെ സർവ്വതിനെയും ഈശ്വരേച്ഛയുടെ നിമിത്തമായി ഇൻസ്ട്രുമെന്റ് മാത്രമേ കാണുകയുള്ളൂ. പരമമായ ഈശ്വരനിശ്ചയം നടപ്പിലാക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു ഉപകരണം മാത്രമാണ് കൈകേയി എന്ന് തിരിച്ചറിഞ്ഞ ഭഗവാന്റെ സമദർശനമാണിത്. ഈ മഹത്തായ ധർമ്മപാഠങ്ങൾക്ക് ശേഷമാണ് ഉത്തരകാണ്ഡത്തിന്റെ യഥാർത്ഥ കഥാതലം വികസിക്കുന്നത്. അയോധ്യയിലെ സിംഹാസനത്തിൽ ഭഗവാൻ സമാധാനത്തോടെ വാഴുമ്പോൾ അഗസ്ത്യ മഹർഷിയുടെ നേതൃത്വത്തിൽ ഋഷികൾ ഭഗവാനെ കാണാനെത്തുന്നു. ആ സമാഗമത്തിലാണ് രാവണാദികളുടെയും വാനരന്മാരുടെയും യഥാർത്ഥ ഉത്പത്തിരഹസ്യങ്ങൾ അഗസ്ത്യൻ വെളിപ്പെടുത്തുന്നത്. അത് കേവലം കഥകളല്ല, മറിച്ച് പ്രപഞ്ചത്തിലെ ഗുണങ്ങളുടെയും അവിദ്യയുടെയും ഉത്ഭവവും വികാസവും വ്യക്തമാക്കുന്ന സൃഷ്ടിശാസ്ത്രമാണ്. ബ്രഹ്മാവിന്റെ മാനസപുത്രനായ പുലസ്ത്യ മഹർഷി മന്ദരപർവ്വതത്തിൽ തപസ്സനുഷ്ഠിക്കുമ്പോൾ തന്റെ സമാധിക്ക് ഭംഗം വരുത്തിയ കന്യകമാരെ അദ്ദേഹം ശപിക്കുന്നു. തന്റെ മുന്നിൽ വരുന്നവൾ ഗർഭിണിയാകട്ടെ എന്ന്. ഇതറിയാതെ അവിടെയെത്തിയ രാജർഷിയായ തൃണബിന്ദുവിന്റെ പുത്രി ഗർഭിണിയാവുകയും പുലസ്ത്യൻ അവളെ പത്നിയായി സ്വീകരിക്കുകയും ചെയ്യുന്നു. ആ ബന്ധത്തിൽ ജനിച്ച വിശ്രവസ് എന്ന പുത്രന് ജനിച്ച മകനാണ് സാക്ഷാൽ വൈശ്രവണൻ അഥവാ കുബേരൻ. ബ്രഹ്മാവിനെ തപസ്സു ചെയ്ത് ലങ്കയുടെ അധിപതിയായി വൈശ്രവണൻ വാഴുമ്പോഴാണ് പാതാളത്തിൽ നിന്നെത്തിയ സുമാലി എന്ന രാക്ഷസൻ തന്റെ വംശത്തിന് ആ പ്രതാപമില്ലാതെ പോയതിൽ അസൂയപ്പെട്ട് തന്റെ പുത്രിയായ കൈകസിയെ തന്ത്രപൂർവം വിശ്രവസിന്റെ അടുത്തേക്ക് അയക്കുന്നത്. അവളിൽ വിശ്രവസ്സിന് ജനിച്ച മക്കളാണ് രാവണ, കുംഭകർണ, വിഭീഷണന്മാർ. വ്യാകരണപ്രകാരം രാവയതി ലോകാൻ ഇതി. രാവണ ലോകത്തെ സദാ കരയിപ്പിക്കുന്നവൻ, സദാ അശാന്തനായവൻ. മാതൃവാക്യത്താൽ പ്രേരിതനായി സ്വന്തം ജ്യേഷ്ഠനായ കുബേരനേക്കാൾ ഉന്നതരാകണം എന്ന ദുരഭിമാനത്താൽ ബ്രഹ്മാവിനെ തപസ്സു ചെയ്ത് വരം നേടിയ രാവണൻ കുബേരനെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് ലങ്കയും പുഷ്പകവിമാനവും കൈക്കലാക്കുന്നു. രജോഗുണം. രാവണൻ എങ്ങനെയാണ് അഹങ്കാരത്താൽ ഉത്തേജിതമായി സകല ലോകങ്ങളെയും സ്വന്തം അധീനതയിലാക്കാൻ ശ്രമിക്കുന്നത് എന്ന് ഈ വർണ്ണനയിലൂടെ അഗസ്ത്യൻ വ്യക്തമാക്കുന്നു. തുടർന്ന് അഗസ്ത്യൻ ബാലി സുഗ്രീവന്മാരുടെ ഉത്പത്തി വിവരിക്കുന്നുണ്ട്. ഇത് അത്യന്തം ഗഹനമായൊരു മായാവിലാസത്തിന്റെ ചിത്രീകരണമാണ്. സുമേരു പർവ്വതത്തിൽ സമാധിയിലായിരുന്ന ബ്രഹ്മാവിന്റെ ആനന്ദാശ്രുവിൽ നിന്നും ഒരു വാനരനുണ്ടാകുന്നു. ഈ വാനരൻ കാട്ടിലെ ഒരു സ്ഫടികതുല്യമായ തടാകത്തിൽ സ്വന്തം പ്രതിബിംബം കണ്ട് അതൊരു ശത്രുവാണെന്ന് തെറ്റിദ്ധരിച്ച് അതിലേക്ക് എടുത്തുചാടുന്നു. കരയ്ക്ക് കയറുമ്പോൾ ആ വാനരൻ അതിസുന്ദരിയായ ഒരു സ്ത്രീയായി മാറുന്നു. ആ സ്ത്രീരൂപത്തിൽ മോഹിതരായ ഇന്ദ്രന്റെയും സൂര്യന്റെയും വീര്യത്തിൽ നിന്നുമാണ് ബാലി സുഗ്രീവന്മാർ ജനിക്കുന്നത്. വേദാന്തശാസ്ത്രപ്രകാരം ഈ കഥയിലെ സ്ഫടികടാകം എന്നത് അവിദ്യ അഥവാ അജ്ഞാനമാണ്. ജീവൻ തന്റെ പരമാർത്ഥ സ്വരൂപമറിയാതെ അവിദ്യയാകുന്ന തടാകത്തിൽ വീണ അഹങ്കാരപ്രതിഭാസങ്ങളിൽ പ്രതിബിംബത്തിൽ ഭ്രമിക്കുമ്പോൾ അവന് സ്വരൂപനാശം സംഭവിക്കുകയും മായയുടെ വിഭ്രമങ്ങളിൽ സ്ത്രീരൂപത്തിൽ കുടുങ്ങുകയും ചെയ്യുന്നു. ഈ അവിദ്യയിൽ നിന്നുണ്ടായവരാണ് ബാലി സുഗ്രീവന്മാർ. അതുകൊണ്ടാണ് അവരുടെ പ്രകൃതി ഇത്രമേൽ അവിവേകപൂർണമായതെന്ന് ഇതിലൂടെ ഗ്രന്ഥകർത്താവ് സമർത്ഥിക്കുന്നു. ഇതിനെല്ലാം അപ്പുറം അഗസ്ത്യമുനി വെളിപ്പെടുത്തുന്ന ഏറ്റവും നിഗൂഢമായ രഹസ്യം രാവണന്റെ ആന്തരിക ലക്ഷ്യമാണ്.
സനത്കുമാര മഹർഷിയിൽ നിന്നും ഈശ്വരന്റെ സഗുണ നിർഗുണ ഭാവങ്ങളെക്കുറിച്ച് രാവണൻ കേൾക്കാനിടയാകുന്നുണ്ട്. ഈശ്വരന്റെ കൈകൊണ്ട് മരിക്കുന്നവന് പുനർജന്മമില്ലെന്നും സാക്ഷാൽ നാരായണൻ ദശരഥപുത്രനായി അവതരിക്കുമെന്നും സനത്കുമാരൻ ഉപദേശിക്കുന്നു. ഇത് കേട്ട രാവണന്റെ ബുദ്ധി അപാരമായിരുന്നു. ഭക്തിയോടുകൂടി ഈശ്വരനെ സേവിച്ച് പ്രീതിപ്പെടുത്തുക എന്നത് തന്നെക്കൊണ്ട് സാധ്യമല്ല എന്ന് രാവണനറിയാം. മാത്രമല്ല, എത്ര വലിയ ഭക്തനായാലും ഭക്തനെ ഈശ്വരൻ ഒരിക്കലും കൊല്ലുകയില്ല. അതിനാൽ മോക്ഷം ലഭിക്കണമെങ്കിൽ ഈശ്വരന്റെ ഏറ്റവും വലിയ ശത്രുവായി മാറുക എന്ന ഉഗ്രമായ തീരുമാനമാണ് രാവണനെടുക്കുന്നത്. ഭക്തിശാസ്ത്രത്തിൽ ഇതിനെ സംരംഭയോഗം അഥവാ വിരോധഭക്തി ദവ്ഷാഭക്തി എന്ന് വിളിക്കുന്നു. ഭയത്താലോ ദ്വേഷത്താലോ സദാ ഈശ്വരനെ സ്മരിച്ച് ഈശ്വരനാൽ വധിക്കപ്പെട്ട് മോക്ഷം നേടാനുള്ള രാവണന്റെ ആ ദൃഢനിശ്ചയമായിരുന്നു സീതാപഹരണം മുതൽ സകല അധർമ്മങ്ങൾക്കും കാരണം. കാലം കടന്നുപോയി. അയോധ്യയിൽ ശാന്തമായ ഭരണത്തിനിടയിൽ വിജയൻ എന്ന ചാരൻ വന്ന് സീതയെപ്പറ്റിയുള്ള ജനങ്ങളുടെ അപവാദം ഭഗവാനെ അറിയിക്കുന്നു. ഗർഭിണിയായ സീതയെ ഭഗവാൻ ലക്ഷ്മണൻ മുഖേന കാട്ടിലെ വാൽമീകി ആശ്രമത്തിൽ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. സാധാരണക്കാരന്റെ ദൃഷ്ടിയിൽ കേവലം ഒരു അപവാദം ഭയന്ന് ഭാര്യയെ ഉപേക്ഷിച്ചവനാണ് രാമൻ. എന്നാൽ വേദാന്ത ദർശനത്തിൽ ഈ സീതാപരിത്യാഗം അദ്വൈത സിദ്ധാന്തത്തിന്റെ പൂർണ്ണതയാണ്. സീത എന്നത് കേവലം ഭാര്യയല്ല, ബ്രഹ്മവിദ്യയാണ്. അജ്ഞാനമാകുന്ന രാവണനെ വധിച്ച് ജീവൻ മുക്തിയിലേക്ക് എത്തുമ്പോൾ അവനെ സഹായിച്ചത് ഈ ബ്രഹ്മവിദ്യയാണ്. എന്നാൽ പരമമായ നിർഗുണ ബ്രഹ്മാവസ്ഥയിലേക്ക്, അതായത് വൈകുണ്ഠത്തിലേക്ക് മടങ്ങുന്ന ജീവൻമുക്തനായ ഒരു യോഗിക്ക് അവസാനം ഈ വിദ്യയെയും ഉപേക്ഷിക്കേണ്ടതുണ്ട്. വിദ്യാവിദ്യയെ വിഹായ അവിദ്യയെ മാറ്റാൻ ഉപയോഗിച്ച വിദ്യയെയും ഒടുവിൽ ത്യജിക്കുമ്പോൾ മാത്രമേ അദ്വൈതാവസ്ഥ സിദ്ധിക്കുകയുള്ളൂ എന്ന് ഉപനിഷത്തുകൾ ഘോഷിക്കുന്നു. സീതയെ ഉപേക്ഷിക്കാൻ ഭഗവാൻ കണ്ടെത്തിയ വെറുമൊരു ലൗകിക നിമിത്തം മാത്രമായിരുന്നു ജനങ്ങളുടെ അപവാദം. വാൽമീകി ആശ്രമത്തിൽ ലവകുശന്മാർ ജനിക്കുകയും അശ്വമേധയാഗവേളയിൽ അവർ രാമായണം ആലപിക്കുകയും ചെയ്യുന്നു. സകല ജനങ്ങളുടെയും മുൻപിൽ വെച്ച് തന്റെ പരിശുദ്ധി തെളിയിച്ചുകൊണ്ട് സീതാദേവി സാക്ഷാൽ ഭൂമിദേവിയോടൊപ്പം ഭൂമിക്കടിയിലേക്ക് മറയുന്നു. അവതാരലക്ഷ്യം പൂർത്തിയായ ഭഗവാൻ സ്വർഗാരോഹണത്തിന് തയ്യാറെടുക്കുമ്പോൾ കൗസല്യാദേവി ഭഗവാനെ സമീപിച്ച് ആത്മജ്ഞാനത്തിനായി അപേക്ഷിക്കുന്നു. ഭഗവാൻ മാതാവിന് നൽകുന്ന ഉപദേശം ഭാരതീയ ദർശനത്തിലെ കർമ്മ ഭക്തിജ്ഞാന യോഗങ്ങളുടെ മനോഹരമായ സമന്വയമാണ്. ഫലേച്ഛയില്ലാതെ ഈശ്വരാർപ്പണമായി കർമ്മങ്ങൾ ചെയ്യുന്ന കർമ്മയോഗത്തിലൂടെ ചിത്തശുദ്ധിയും നിഷ്കളങ്കമായ പ്രേമത്തിലൂടെ ഭക്തിയോഗവും ഒടുവിൽ ഈശ്വരനും താനും ഒന്നാണെന്ന അഹം ബ്രഹ്മാസ്മി ജ്ഞാനയോഗത്തിലൂടെ സാക്ഷാത്കാരവും ലഭിക്കുമെന്ന് ഭഗവാൻ ഉപദേശിക്കുന്നു. ഒടുവിൽ സാക്ഷാൽ കാലപുരുഷൻ താപസവേഷത്തിൽ ഭഗവാനെ കാണാനെത്തുന്നു. അവരുടെ സംഭാഷണത്തിനിടയിൽ ദുർവാസാവ് മഹർഷി വരികയും ശാപഭയത്താൽ ലക്ഷ്മണന് അവരുടെ ഏകാന്തതയിലേക്ക് കടന്നുചെല്ലേണ്ടി വരികയും ചെയ്യുന്നു. സ്വന്തം പ്രതിജ്ഞ പാലിക്കാൻ ഭഗവാൻ ലക്ഷ്മണനെ ഉപേക്ഷിക്കുന്നു. ലക്ഷ്മണന്റെ വിയോഗത്താൽ ദുഃഖിതനായ ഭഗവാൻ ഭരതനെ രാജാവായി അഭിഷേകം ചെയ്ത് സരയൂ നദിയിലേക്ക് സകല പരിവാരങ്ങളോടും കൂടി ഇറങ്ങുന്നു. സരയൂ നദിയിലെ ഈ ജലപ്രവേശം കേവലമൊരു മരണമല്ല, വിദേഹമുക്തിയുടെ പരമാത്മാവിലേക്കുള്ള ജീവാത്മാവിന്റെ മഹാപ്രയാണമാണത്. നദികൾ സമുദ്രത്തിൽ ലയിക്കുന്നതുപോലെ അയോധ്യയിലെ സകല ജീവനുകളും നാമരൂപങ്ങളെല്ലാം വെടിഞ്ഞ് പരമമായ സച്ചിദാനന്ദ സ്വരൂപത്തിൽ വൈകുണ്ഠനാഥനിൽ പൂർണ്ണമായും വിലയം പ്രാപിക്കുന്ന ആ മഹാമുഹൂർത്തത്തോടെ ഭക്തിയുടെയും ജ്ഞാനത്തിന്റെയും ഈ അനന്തമായ അധ്യാത്മശബ്ദയാത്ര അതിന്റെ പൂർണ്ണതയിലെത്തുന്നു.